ഫൈനല് കാണാൻ ആരും ഇല്ലാത്ത. ഇന്നലെ അതിന് ഫീഡ്ബാക്ക് ഇട്ടോണ്ട് ഇനി ഒന്നും പറയാനില്ലല്ലോ വെച്ചിട്ടോ. മജുഹേനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു അല്ലേ? അത് കൊറിയറുകാരെ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം വർക്ക് തുടങ്ങും, ഓൺലൈൻ വർക്ക് തുടങ്ങും. അത് ഒന്നും നമുക്ക് തടസ്സമായിരുന്നു. കൊറിയറിന് അതെ. ഒന്നും തടസ്സമായിരുന്നു. അത് അങ്ങനെയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പൊ തന്നെ പട്ടി വരുമെന്ന് കരുതിയിട്ട് നമ്മളിപ്പൊ തന്നെ വന്നിട്ട് എടുത്താ പോലെ. ശരി. വെറുതെ നമ്മൾ ആദ്യമേ കല്ലൊക്കെ കയറ്റിട്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഹരിദാസേട്ടൻ ഗ്ലാമർ ആയിട്ടാണല്ലോ വന്നിരിക്കണേ. സുന്ദരനായിക്കോട്ടോ, പൊസിഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? സനീഷിയുടെ ഒരു സജഷൻ ഉണ്ട്. സനീഷി, ആ പാലത്തിന് പകരം താങ്കളുടെ കമ്പനിയുടെ പേരിട്ടെങ്കിൽ നാട്ടുകാരത് അറിയെങ്കിലും ചെയ്യും. അതുപോലെ മാർക്കറ്റിംഗ് ആക്കി മാറ്റാം. അല്ല, അത് എങ്ങനെയാണ് സെറ്റായി പോയാ സാർ? അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. മൊബൈലിലാണോ കാണാതെ ലാപ്ടോപ്പിലോ? ലാപ്ടോപ്പിലാണോ ക്ലാസ് നടക്കുന്നത്? അല്ല, മൊബൈലിലാ സാറേ. മൊബൈൽ. അതിലെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വെർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മാറ്റിയാൽ മതി. എന്നിട്ട് ഫോട്ടോ എടുത്ത് ലോഗോ എടുത്തിട്ടുണ്ടോ ക്യാൻവയിൽ പോവുക, ടോപ്പിൽ ലോഗോന്റെ പേര് എഴുതുക, എന്നിട്ട് നമുക്ക് അത് ഇതിനെ സേവ് ചെയ്യുക. അപ്പൊ 4 പേര് നമ്മുടെ പേര് കാണും, നമ്മുടെ കമ്പനിയുടെ പേര് കാണും. അങ്ങനെയൊക്കെ തന്നെ കിട്ടണ അവസരം മുതലാക്കുക, വേറെ ഒന്നുമില്ലേ. നമ്മുടെ ബ്രാൻഡും നമ്മുടെ പേരും എവിടെയൊക്കെ അവസരം കിട്ടും അവിടെയൊക്കെ തിരികെ കൊടുക്കുക. മുനീർ ഭായി വിചാരിക്കണ്ടാവും റെക്കോർഡ് ക്ലാസ്സിൽ വരെ ശ്രീജിത്ത് കേസറ് തലയാണ്. ഫസ്റ്റ് കാണുമ്പോ തന്നെ തലയാണ്. എഴുത്ത് കണ്ടില്ലേ? അത് അങ്ങനെയാ, നമ്മൾ തല മാക്സിമം കയറ്റണം. രാമേന്ദ്രേട്ട, അന്ന് വലിയ ക്ലോസിംഗ് മെത്തേഡ് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ ഇങ്ങനെ. അപ്പൊ ഞാനൊന്ന് തുടങ്ങല്ലേ? എന്താ തുടങ്ങണ്ടേ? എനിക്ക് എന്റെ അടുത്തൊരു ടോപ്പിക് ഇല്ല. നമുക്കൊന്ന് സാധാരണ രീതിയിൽ പറഞ്ഞു നിർത്താമെന്ന് ഞാൻ കരുതിയിട്ട് വന്നതാണ്. ഇന്നത് വരെയുള്ള 21 ദിവസം ഞാനിങ്ങനെ ഇന്നലെ ആക്ച്വലി വൈകുന്നേരം ഇരുന്നിട്ട് നമ്മുടെ ടോട്ടൽ വീഡിയോ ഞാൻ നോക്കിയായിരുന്നു. ഇതുവരെയുള്ള വീഡിയോസ് ഒക്കെ ഒന്നിങ്ങനെ കാണരുത്. എനിക്കിത് ഞാൻ കാണാറില്ലല്ലോ. ക്ലാസ് കഴിഞ്ഞ് ഞാനങ്ങ് പോവല്ലേ. അപ്പൊ ഇങ്ങനെ ഓരോരോ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. എനിക്ക് ആദ്യത്തെ ക്ലാസ് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞൊരു പിന്നെ എന്നാ ഒരു 2-3 ക്ലാസ്സുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അത്ര എനിക്ക് ഓർമ്മയുണ്ടോ? വലിയ ഓർമ്മയൊന്നുമില്ല. പറയും, നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സുകൾ ഓർമ്മയുണ്ട്, എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടായോ, കാര്യങ്ങൾ ഉണ്ടായോ പറയും. എന്താ ലാസ്റ്റ് ക്ലാസ് ആവണ്ട വാളില്ലാത്തല്ലേ? സാധാരണ മലപ്പുറത്തങ്ങാടിയിലൊക്കെ മറ്റേ ഫുട്ബോളിന് ഫൈനൽ ദിവസം ആൾക്കാർ വരിക കൂടുതൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ തിരിച്ചാ. ഹരിദാസേട്ടാ, രാവിലെ മഴയാണ് ബാംഗ്ലൂരിൽ. ഇന്നലെ രാത്രി മഴ. ഇന്ന് രാവിലെ മഴ ഉണ്ട് ഇവിടെ. ഞാൻ അതല്ലേ, ഞാൻ സ്കൂട്ടർ ഇങ്ങനെ ഓടിച്ചു വരുമ്പോ മഴയത്താണ്. സാധാരണ ഈ മഴയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്നെ സംബന്ധിച്ചോളം എന്റെ പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ മുഴുവൻ മഴയുണ്ടാവാറുണ്ട്. അത് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ പ്രൊഫൈലിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അല്ലാണ്ട് എന്റെ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. അങ്ങനെയാ. മഴയ്ക്ക് ഒരുപാട് ഞാനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയി. മഴ പല വിശേഷ സന്ദർഭങ്ങളിലും നമുക്ക് വിശേഷം എന്ന് പറയുന്നത് നാട്ടുകാർക്കുള്ള വിശേഷമല്ല ഞാൻ പറയുന്നത്. എന്നെ മാനസികമായിട്ട് എന്റെ ഉള്ളിലേക്ക് എടുക്കുന്ന പല കാര്യങ്ങളുണ്ട്. അതില് മഴ പെയ്യുന്നത് ഒരു പതിവാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇന്ന് ഉറപ്പായിട്ടും മഴ ഉണ്ടാവുമെന്ന് ഞാൻ രാത്രി കിടക്കുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു. അപ്പൊ ഇന്ന് എന്നെ സംബന്ധിച്ചോളം ഒരു 21 ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതോ ക്ലാസ് എടുക്കുന്നതോ ഒന്നുമല്ല എന്നെ സംബന്ധിച്ചോളം. നിങ്ങൾക്ക് അറിയുമോന്ന് അറിയില്ല, ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് എന്റെ മാറ്റത്തിനുള്ള വഴി ആയിരുന്നു. ഈ 21 ദിവസം കൊണ്ട് ഞാൻ മാറിയതെന്ന് പറയുന്നത് വലിയ മാറ്റം. അതായത് എന്നെ സംബന്ധിച്ചോളം സെക്കൻഡ് ഗിയറിൽ ഇഴഞ്ഞു പോകുമായിരുന്ന ഞാൻ എന്റെ 3rd ഗിയറിലേക്ക് ഇട്ടു എന്ന് പറയാം. ഇനി 4th 5th ഒക്കെ ബാക്കി കിടപ്പുണ്ട് കേട്ടോ. പുതിയ വണ്ടികളൊക്കെ 6th ഗിയർ വരെ ഉണ്ട്. പക്ഷെ 3rd ഗിയറിലേക്ക് ഇട്ടു. ബിസിനസ് മാത്രമല്ല, നമ്മുടെ പല കാര്യങ്ങളും, സ്വഭാവം, ഹാബിറ്റുകള് ഇടയ്ക്ക് വെച്ച് ബ്ലോക്കായ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. ഏത് വണ്ടി നിർത്തി കഴിഞ്ഞാലും പിന്നെ ഫസ്റ്റ് ഗിയർ ഇട്ടല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ.
അല്ലാണ്ട് നേരെ തേർഡ് ഗിയറിൽ നേരിട്ട് അങ്ങ് പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ നമ്മൾ നമ്മുടെ ചില ഹാബിറ്റ്സുകളൊക്കെ നിന്ന് പോയാൽ വീണ്ടും ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ ഇട്ട് കൊണ്ടുവരണം. ഉം. അങ്ങനെ എന്തായാലും തേർഡ് ഗിയറിലേക്ക് വീണ് 21 ദിവസം കൊണ്ട് എനിക്ക് വന്ന മാറ്റങ്ങൾ അതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹാബിറ്റ്സുകളാണ് ഞാൻ. എൻ്റെ ഹാബിറ്റ്സുകളിലാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. 5 മണിക്ക് രാവിലെ എഴുന്നേക്കാൻ ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ശശിപ്രഭ ടീച്ചർ, എൻ്റെ അമ്മയും, രാവിലെ മോനെ എഴുന്നേക്കണില്ലേ എന്ന് ചോദിക്കും. ആ വേർഡും കൂടി അങ്ങനെയാണ്, എഴുന്നേക്കണില്ലേ ചോദിച്ചിട്ട്. പഠിക്കണ കാലത്ത് കുറെ ബുദ്ധിമുട്ട് വരെ പിന്നാലെ കൂട്ടിയിട്ടുള്ളതാണ്. പക്ഷെ അന്നൊന്നും എഴുന്നേക്കാൻ ഭയങ്കര മടിയനായിരുന്നു. ഇന്നിപ്പോ അത് നമുക്ക് എഴുന്നേക്കുന്ന ഘട്ടത്തിലേക്ക് വന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹാബിറ്റിന്റെ ഭാഗമായി മാറി എന്നുള്ളതാണ്. കുറെ കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാറുണ്ട്. പല കാര്യങ്ങൾ, കുറെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാറുണ്ട്. ചിലപ്പോൾ നമ്മൾ നിന്ന് കൊടുക്കണം ആ ഇൻഫ്ലുവൻസിന്. ചിലർക്കുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഏത് കാര്യം വന്നാലും നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു 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 പ്രാണി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ പെട്ടെന്ന് നമ്മൾ തട്ടില്ല റിഫ്ലക്സ് ആക്ഷനിൽ. ആ റിഫ്ലക്സ് ആക്ഷൻ എല്ലാറ്റിനോടും പാടില്ല. ചില കാര്യങ്ങൾ നമ്മളോട് വരുന്ന സമയത്ത് നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ചില സ്വഭാവ വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ, ചില കൂട്ടുകാര്, ചില ആളുകള്. അപ്പോ അതെന്തുവെന്ന് വെച്ചാൽ നമ്മൾ അറിയാണ്ട് നമ്മുടെ ഭാഗമായിട്ട് മാറും. അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവരെ പിരിയാനോ അവരോട് മാറി നിൽക്കാൻ പറയാനോ നമുക്ക് പറ്റില്ല. അങ്ങനെ തന്നെ ആയിരിക്കണം ലൈഫിലെ ചില സിറ്റുവേഷൻസ്. ബിസിനസ്സുകാരന് ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ എന്നെ സംബന്ധിച്ചോളം നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, ഐ ഡോണ്ട് ബോദർ അറ്റ് ഓൾ. ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് കോൺഫിഡൻസോടെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഞാൻ പറയാം. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ, 80% നിങ്ങളുടെ മനസ്സ് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. 20% രമേശ് ഫിനാൻഷ്യൽ സർവീസ് ആണ് ചെയ്യുന്നത്. അഭിരാം ചെയ്യുന്നത് ജനറൽ ഹെൽത്ത് സർവീസ് ആണ് ചെയ്യുന്നത്. മുനീർ ഭായ് ചെയ്യുന്നത് കരിയർ സർവീസ് ആണ്. ഹരിദാസേട്ടൻ ചെയ്യുന്നത് ഫുഡ് സർവീസ് ആണ്. രാഹുൽ ചെയ്യുന്നത് ആയുർവേദ സർവീസ് ആണ്. വിജയ് ചെയ്യുന്നത് സ്റ്റുഡൻസിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. അങ്ങനെ വരുന്നുള്ളൂ. 20%-മേ ഉള്ളത് നിങ്ങൾ ചെയ്യുന്ന സർവീസ്. 80% ഇസ് യുവർ മൈൻഡ് സെറ്റ്. തുടങ്ങിയത് അവിടെ നിന്നാണ്. നമ്മൾ ഓർമ്മയുണ്ടോ രമേശ് ഭായി? തുടങ്ങിയത് മൈൻഡ് സെറ്റ് എന്നാണ്. ഇത് നമ്മൾ നിർത്തുന്നത് അവിടെ തന്നെയാണ്. സിഇഒ മൈൻഡ് സെറ്റ്, ക്യാപ്റ്റൻസ് മൈൻഡ് സെറ്റ്. ഒരു കപ്പൽ ആടി ഉലയുമ്പോഴാണ് അവിടുത്തെ ആ ക്യാപ്റ്റന്റെ കഴിവ് പരിശോധിക്കപ്പെടുന്നത്. അല്ലാണ്ട് കപ്പൽ സ്മൂത്ത് ആയിട്ട് പോകുമ്പോഴല്ല. ലുഹൈന, പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നേ. പ്രശ്നങ്ങളില്ലെങ്കിൽ ബിസിനസ്സുകാരൻ ജനിക്കുന്നില്ല. നിങ്ങളുടെ കസ്റ്റമർ അവർക്ക് നാട്ടിൽ തുണിയില്ലാഞ്ഞിട്ടല്ലല്ലോ നമ്മുടെ നാട്ടിൽ. അത് ഏറ്റവും നല്ല തുണി വേണം, ഫാഷൻ ഡ്രസ്സ് വേണം, എനിക്ക് അനുയോജ്യമായ വസ്ത്രം വേണം എന്നുള്ള ഒരു പ്രശ്നം അവരുടെ മുന്നിൽ വരുമ്പോഴാണ് അവിടെ ജുഹൈന പ്രത്യക്ഷപ്പെടേണ്ടത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ തിരിഞ്ഞു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ചെയ്യാനേ പാടില്ലെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടാവും. പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ നമ്മളങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ മതി. ഒന്നും അങ്ങോട്ട് എബൌട്ട് എന്ന് പഠിച്ചിട്ടുണ്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ? എബൌട്ട് എന്ന് പറയുന്ന സമയത്ത് തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്നവരൊക്കെ നിങ്ങളുടെ ഒപ്പം വരും. മനസ്സിലായോ? ആ ഒപ്പം വരുന്നവരാണ്. ഞാൻ ഒരു കാര്യം ആലോചിച്ചു, ഞാൻ ഈ പരിപാടി തുടങ്ങുമ്പോൾ എനിക്ക് ആകെ 2-3 ആളുകളെ, ഇപ്പൊ ഇരിക്കുന്ന ആളുകളെ മാത്രമേ എനിക്കറിയൂ. സീരിയസ്ലി 2-3 ആളുകളെ. ഇന്ന് എന്നെ കാണാതെ എന്നെ വിശ്വസിച്ചിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടവരാണ് ഇവിടെ മാക്സിമം പേര് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നാണ് കൊടുക്കാൻ ശ്രമിച്ചത് സൊല്യൂഷൻസ്. ഹൃദയത്തിൽ നിന്നാണ് സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിച്ചത്. ഞാൻ മുനീർ ഭായിയോട് എന്താ പറയാ, നിങ്ങൾ എന്റെ പ്രൊഡക്റ്റ് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് പിന്നാലെ നടന്നിട്ടേ ഇല്ല. ഞാൻ ഹൃദയത്തിൽ നിന്ന് മുനീർ ഭായിക്ക് സൊല്യൂഷൻസ് കൊടുക്കാൻ ശ്രമിച്ചു. അതോടുകൂടി എന്തുണ്ടായത്? മുനീർ ഭായി എന്റെ സ്വന്തമായി. ഇന്ന് മുനീർ ഭായി ചിന്തിക്കുന്നത് ശ്രീജിത്ത് ഇല്ലാണ്ട് എങ്ങനെ അടുത്ത കാലങ്ങൾ പോകാൻ പറ്റും എന്നുള്ളതാണ്. ഞാനും അതെ. അതായിരിക്കണം ഒരു ബിസിനസ്സുകാരനും കസ്റ്റമറും തമ്മിലുള്ള ബന്ധം. പൈസ രണ്ടാമതാ. പൈസ വരും. പൈസയ്ക്ക് വേണ്ടി ഇവിടെ ആക്രാന്തം കാണിക്കുന്ന എത്ര പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ പൈസയുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാവില്ല. 1 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ അനുഭവം കൊണ്ട് പറയാം.
നിങ്ങൾ ലോണിന്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറിയുടെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അത് മാത്രമേ നിങ്ങളുടെ കയ്യിലുണ്ടാവുള്ളൂ. മറിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു വാക്കിന്റെ പുറത്ത് എല്ലാ ലോണുകളും തീരണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു ലോണുകളും പ്രശ്നം ഉണ്ടാവരുമെന്ന് ചിന്തിക്കുന്ന ചിന്തയിൽ പോയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും. കാശൊക്കെ അവിടെ തന്നെ വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ 7 വർഷമായിട്ടുള്ള ഒരു ലോൺ ഇന്ന് എന്റെ ക്ലോസ് ആവുക. ഞാൻ നിങ്ങൾ നോക്കി, ഇന്ന് 10-ാം തീയതി അല്ലേ? 7 വർഷമായിട്ടുള്ള ലോണ്. അത് ജസ്റ്റ് ഒരു ലോൺ ക്ലോസ് ആവുന്നു എന്നുള്ളതല്ല, എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ ഒരു ലോണാണ് അത്. കാരണം ഈ കൊറോണ പ്രശ്നങ്ങളും മറ്റുള്ള ഇഷ്യൂസും പ്രോബ്ലംസും എല്ലാം ഓടി നടന്നത് ഇതിനിടെ കൂടെ ഉണ്ടോ? ആ ലോൺ എടുത്തതിന് ശേഷം മനസമാധാനം പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇറ്റ്സ് ബീൻ ക്ലോസ്. അതാ ഞാൻ പറയുന്നത്. എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു വെച്ചൊന്നും അറിയില്ല. അതിന് ജുഹൈന് ചിലപ്പോ പടച്ചവൻ എന്ന് പറയേണ്ട കഥ, അപ്പുറത്തിരിക്കുന്ന വേറെ ആള് ചിലപ്പോ കർത്താവ് എന്ന് പറയുന്നുണ്ടാവും, പ്രകൃതി എന്ന് പറയാം, ദൈവം എന്ന് പറയാം, ഈശ്വരൻ എന്ന് പറയാം. നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഒരു പുറത്തെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പവർ നിങ്ങളുടെ മുന്നിലേക്ക് അറിയാതെ കൊണ്ടുവന്ന് തരുന്നത് നിങ്ങളുടെ ഉള്ളിലെ എനർജിയെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ആസ് എ ബിസിനസ്സുകാരൻ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത് ആ എനർജിയാണ്. എല്ലാം പടച്ചവനെ വിട്ടുകൊടുത്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നതല്ല, പടച്ചവനൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നവനാണ് കച്ചവടക്കാരൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില അമ്മമാര് വീട്ടില് 80% പീപ്പിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ സംസാരിക്കുക. അതായത് അവര് സാധാരണക്കാരാണ്, സാധാരണക്കാരാണെന്ന് അവര് തന്നെ സ്വയം വിളിക്കുകയാണ്, സാധാരണക്കാരനാണ് ഞാൻ എന്നുള്ളത്. എന്നിട്ട് അവരെന്ത് ചിന്തിക്കുന്നത്? അവര് എല്ലാം ദൈവത്തിൽ അർപ്പിക്കും, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിൽ അർപ്പിക്കും, അല്ലെങ്കിൽ മക്കളിൽ അർപ്പിക്കും. എന്നിട്ട് അവരെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. ബേസിക്കലി അവർ അടുക്കളയിലുള്ള പണി മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നത് എനിക്കറിയാം. ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് എനിക്കിന്ന് സംസാരിക്കാൻ താല്പര്യം. കാരണം സ്ത്രീയാണ് നമ്മുടെ കുടുംബത്തിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് വിശ്വസിക്കുന്ന ഒരാളായി. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ, മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒപ്പം ഉണ്ടാവും. സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് രാവിലെ ജുഹൈന പറഞ്ഞ പോലെയാണ്, അത് നടക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അത് നടക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അത് സമ്മതിക്കാൻ എന്റെ കെട്ടിയോൻ സമ്മതിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും അത് ഉണ്ടാവില്ല. ഓഗസ്റ്റ് 15 പരിപാടിക്ക് സിറാജ് പലരി, ജുഹൈന അടക്കമുള്ള പലരി കണക്ട് ചെയ്തപ്പോ ആദ്യം പറഞ്ഞ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് വരാൻ സാധിക്കില്ല എന്നായിരുന്നു. അല്ലേ? പലരും, സ്ത്രീകളടക്കമുള്ളത്. ഇനിയിപ്പോ ജുഹൈന 150 റീസൺസ് പറയും. എനിക്ക് റീസൺ ഒന്നും കേൾക്കട്ടെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഓക്കെ, അല്ല ഞാൻ കുറ്റപ്പെടുത്തുകയൊന്നുമില്ല. ഞാൻ പറഞ്ഞ നിങ്ങൾക്കുള്ളിലുള്ള മൈൻഡ് ഇത് പൊട്ടിക്കേണ്ട കാര്യം പറയുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം ഫസ്റ്റ് പ്രയോറിറ്റി ഏതാണ് എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചോളം അത് ഫാമിലി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഫാമിലിയിൽ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പാൽക്കാരന് കൊടുക്കണ കാശിനെ കുറിച്ച്, പത്രക്കാരന് കൊടുക്കണ കാശിനെ കുറിച്ച്, കുറിക്ക്, ലോണിന്, മറ്റുള്ളവർക്ക് അയൽക്കൂട്ടത്തിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നതിനെ കുറിച്ച്. ഇതാണ് മാക്സിമം വീട്ടമ്മമാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1. കുട്ടികളുടെ ഫീസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്, അതായത് കൊടുക്കേണ്ട പൈസയെ കുറിച്ച് മാത്രമാണ് മാക്സിമം വീട്ടമ്മമാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയുന്ന ജുഹൈന, നിങ്ങളുടെ മറ്റേ ആ മലബാർ സൈഡിലേക്ക്, ഞാനും മലബാറുകാരനാട്ടോ ബേസിക്കലി, എന്തായാലും പറയാം, മലബാർ സൈഡിലേക്കുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങിപ്പോകുന്നതിന് കാരണം, അല്ലെങ്കിൽ ഒതുങ്ങിപ്പോയിട്ടുള്ളത്, അവർ ഈ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ചെലവുകളെ കുറിച്ച്, അല്ലെങ്കിൽ ഇല്ലായ്മയെ കുറിച്ച്, വല്ലായ്മയെ കുറിച്ച്, ബുദ്ധിമുട്ടുകളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച്, കൊടുത്തു തീർക്കേണ്ട അടവുകളെ കുറിച്ച്. ഇതൊക്കെയാണ് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർ കെട്ടിച്ചു വിടുന്നതിനെ കുറിച്ചിട്ട്, കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട്, പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവത്തിന് തിരിച്ചു കൊണ്ടേക്കുന്നതിനെ കുറിച്ചിട്ട്, അടുത്ത പ്രസവത്തിനെ കുറിച്ച്, ഇങ്ങനെ പല്ലായ്മകളെയും ഇല്ലായ്മകളെയും പ്രശ്നങ്ങളെയും ഇഷ്യൂസിനെയും പ്രോബ്ലംസിനെയും മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്
വല്ലായ്മകളും ഇല്ലായ്മകളും പ്രശ്നങ്ങളും ഇഷ്യൂസും സ്ഥിരമായിട്ട് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ എന്തിനെ കുറിച്ചാണോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്തിനെ കുറിച്ചാണോ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്, അത് നമ്മളിലേക്ക് വന്നു ചേരും. അതിൽ ഒരു സംശയവുമില്ല. അതാണ് പടച്ചവൻ. അതാണ് നിങ്ങൾക്ക് പടച്ചവൻ തരുന്നത്. നിങ്ങൾ പടച്ചവനോട് ആവശ്യപ്പെടുന്നത് സുഖവും സമൃദ്ധിയുമാണ്. അതിനൊപ്പം നിങ്ങൾ പറയുന്നുണ്ട് എല്ലാ വല്ലായ്മകളും ഇല്ലായ്മകളും നീക്കിക്കഴിഞ്ഞ് എനിക്ക് സുഖവും സമൃദ്ധിയും തരണേ എന്നാ പറയുന്നത്. തീർന്നു. പടച്ചവൻ കേട്ട എന്താ? ഇല്ലായ്മയും വല്ലായ്മയും. ശരി, ഓക്കെ, വെച്ചോ. സുഖവും സമൃദ്ധിയും പറഞ്ഞത് കേട്ടിട്ടില്ല. കാരണം പടച്ചവന് മറ്റുള്ളവരുടെ കാര്യം നോക്കാണ്ട് നീ. ഞാൻ പടച്ചവൻ എന്ന് പറയുന്നത് എല്ലാവരും ദൈവത്തിനെ കുറിച്ചിട്ട് കേട്ടോ. ഇനി ഞങ്ങളെ മാറ്റി പറഞ്ഞല്ല. ഞങ്ങൾ മലബാറുകാരെ എല്ലാവർക്കും പടച്ചവൻ ഒന്നാ. ഞങ്ങൾ സ്ഥിരം പറയുന്ന പടച്ചവൻ. അപ്പോ വാക്കുകൾ പോലും വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും വല്ലായ്മകളും പറയുന്നത്. എന്റെ അമ്മയുടെ അമ്മ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, എന്റെ ആ അമ്മ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ചെല്ലുന്ന ഒരു നാമം ഉണ്ടല്ലോ, നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ ഈ നരകത്തിൽ നിന്നും കരകയറ്റേനെ തിരുവൈക്കം വാഴും ശിവശംഭൂന്ന. ഒരു ശ്ലോകമാണ്. ആ പാവ അമ്മമ്മ നരകത്തിൽ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്നുള്ളത്. അവർക്ക് കാലിലാണിയാണ്, ദേഹമാസകലം അസുഖങ്ങൾ, പ്രശ്നങ്ങൾ, ഇഷ്യൂസ് ആണ്. വീടിന് പുറത്തേക്ക് പോലും പോകുന്നത് വളരെ ചുരുക്കമാണ്. അവർ ജീവിച്ചുകൊണ്ടിരുന്നത് നരകത്തിലാണ്. അതേസമയം ആ വീടിന്റെ പുറത്ത് സ്വർഗമുണ്ട്. പക്ഷെ അവർ സ്വയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞാൻ ആ ശ്ലോകത്തിനെ കുറ്റം പറയല്ല, അവര് അതിലങ്ങോട്ട് ലയിച്ചു പോയിരിക്കുക. നമ്മുടെ വാക്കുകൾക്ക്, നമ്മുടെ പ്രവൃത്തികൾക്ക് ഭയങ്കര വാല്യൂ ഉണ്ട്. കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഒരടി മുന്നോട്ട് നീങ്ങില്ല. ഹരിദാസേട്ടാ, ഞാൻ ഇന്ന് രാവിലെ കേൾക്കുന്നൊരു അഫർമേഷൻ ഉണ്ട്, റിച്ച് അഫർമേഷൻ എന്ന് പറയും. ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. പലരും ആരൊക്കെ കേൾക്കുന്നുണ്ടോ, നബിക്കൊക്കെ അറിയാം. ഐ ആം വെർത്തി ഫോർ ബീയിങ് വെൽത്തി എന്ന് ഫസ്റ്റ് തുടങ്ങുന്നത് അതാണ് അഫർമേഷൻ. ഞാൻ പണക്കാരനാവാൻ, സമ്പാദിക്കാൻ, അല്ലെങ്കിൽ വെൽത്തി എന്ന് പറയുന്നത് എന്താ, ആ വേർഡ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതിന്റെ മലയാളം. ആ വെൽത്തി ആവാനുള്ള വെർത്തിയാണെന്നാണ് പറയുന്നത്. അവിടെ പറയുന്നത് കാര്യങ്ങൾ മുഴുവൻ ഏകദേശം 2.5 മണിക്കൂറിന്റെയാണ്. ഞാനൊരു 10 മിനിറ്റ് കേൾക്കും. ആ 10 മിനിറ്റ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് കേട്ടുകൊണ്ടിരിക്കുകയല്ല കേട്ടോ. അത് അവിടെ ഇങ്ങനെ ഓടുന്നുണ്ടാവും. എന്റെ അലാം ടോണ് തേർഡ് അലാം ടോൺ അതാണ്. ഫസ്റ്റ് എനിക്കൊരു 4:57 ഒരു അലാം ടോൺ ഉണ്ട്, 5 മണിക്കുണ്ട്, 5:02 2:02 ഇതാണ് അലാം ടോൺ. അപ്പൊ അതിങ്ങനെ ഓടും, റണ്ണാവും. ഇത് കേട്ടിട്ട് ഞാൻ ആക്ച്വലി ഇതിനൊന്നും, അതാ ഞാൻ പറഞ്ഞു 21 ദിവസത്തിന് മുന്നേ ഇതൊന്നും ഞാൻ കേൾക്കില്ലായിരുന്നു. കേട്ട കാലം ഉണ്ടായിരുന്നു, പിന്നെ ഇടക്കാലത്ത് വെച്ച് നിന്നുപോയി. ഇന്ന് എനിക്ക് എന്താ പറയാ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. എന്നാൽ ഒരു മാസം മുന്നേ അതൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ടെൻഷൻസ് ഉണ്ടായിരുന്നു, ലോണുകൾ, ഇതിനെക്കുറിച്ച്. അപ്പോ നമ്മൾ എന്താണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് പറയുന്നത്, അതിന് ഭയങ്കര വാല്യൂ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളത് കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ, ഇവൻ ടെൻഷൻ എന്നുള്ള വാക്ക് മാത്രമേ കേൾക്കുന്നുള്ളൂ, അവൻ ടെൻഷൻ ചെയ്തോളൂ. നമ്മൾ വാക്കുകൾ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ ബേജാറാകണ്ട എന്ന് പറഞ്ഞാൽ അവ ബേജാർ എന്നുള്ള വാക്കേ കേൾക്കുന്നു. മനസ്സിലായില്ലേ? ആകണ്ട എന്നുള്ളത് കേൾക്കുന്നില്ല. ബേജാറുണ്ട്, നെഗറ്റീവ് ആക്കുക. ടെൻഷൻ നെഗറ്റീവ് ആക്കുക. അപ്പൊ അടിച്ചു തുടങ്ങും സ്വാഭാവികമായിട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും കസ്റ്റമർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. കസ്റ്റമറോട് മനസ്സിലായാലും വെച്ചാൽ എന്ന് പറയും. പിന്നീട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവണം നമ്മൾ ആദ്യം സംസാരിച്ച ഒന്നും ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാ? നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടാണ്. ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുഴപ്പമില്ല എന്ന് പറയില്ലേ. എങ്ങനെയുണ്ട് ചോദിച്ചാൽ ഞാൻ കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ. എന്താ ഈ കുഴപ്പം? കേൾക്കുന്നത് കുഴപ്പമാ. സോണിച്ചേട്ടൻ എത്രയോ വട്ടം പറഞ്ഞതാ കുഴപ്പമില്ല എന്നുള്ളത്. സോണിച്ചേട്ടൻ നാളെ ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഹൗ ആർ യു, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അപ്പൊ പറയണം ഉഷാർ, സെറ്റാണെന്ന്. ഈ കുഴപ്പമില്ല എന്ന് പറയുന്ന വാക്ക് മാറ്റിയിട്ട് ഉഷാർ എന്ന് പറഞ്ഞു വെക്കും. അതിൽ തന്നെ ഒരു ഉഷാർ. ശരിയാണോ? ഇല്ലേ? അങ്ങനെയല്ലേ നമ്മുടെ മുനീർ ഭായ്? മഞ്ചേരിക്കാർക്ക് ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? എങ്ങനെയുണ്ട്, എന്തുണ്ട് ജീവിതം?
അടിപൊളി. എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലര് പറയും അടിപൊളി എന്ന് പറയും. അടിപൊളി എന്നുള്ളത് ഏറ്റവും വലിയ നെഗറ്റീവ് ആക്കാം. അടിയും പൊളിയും. ഉഷാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്കാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ളത് നെഗറ്റീവാണ്. ഇന്നലെ ഒരുത്തരെ പിടിച്ച് ഉള്ളിലിട്ടുണ്ടോ? ഒന്നല്ല രണ്ടാളെ. ഒരാള് ലാലേട്ടനെ തെറി വിളിച്ചു, വേറൊരാള് വേറെ ഏത് പെങ്കൊച്ചിനെ തെറി വിളിച്ചു. യൂട്യൂബ് വ്ളോഗേഴ്സിന്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് നാട്ടുകാരെ തന്തയ്ക്ക് വിളിക്കലാണ്. ഞാനൊക്കെ ആക്ച്വലി എങ്ങനെയെങ്കിലും എന്റെ തന്തയ്ക്കൊന്ന് വിളിക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നാലും ഞാൻ പ്രശസ്തനാവും. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ്, ഈ നെഗറ്റീവ് കണ്ടന്റുകൾ ഇറക്കാൻ വയ്യാണ്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇറക്കിയത്. എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ടൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സമൂഹത്തിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നോട്ട് കൊടുക്കണമെന്ന് ചിന്തിക്കുകയും നമ്മൾ എന്നിട്ട് നമ്മൾ വൈറലാവാൻ വേണ്ടി നെഗറ്റീവ് കണ്ടന്റുകൾ ഇറക്കണം കാര്യമില്ല എന്ന് വിശ്വസിക്കണ്ട. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇറക്കിയേനെ. എനിക്ക് 2 തന്തയ്ക്കുള്ളി കേട്ടാൽ ഞാൻ സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കമന്റ് നോക്കി. കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് മെത്തേഡിന്റെ ഒരു വീഡിയോ കുറച്ചു കാലം മുന്നിട്ടതാ യൂട്യൂബില്. താനെന്തോ കല്യാണ ബ്രോക്കറാണെന്ന് വെച്ചിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ക്ലോസിംഗ് മെത്തേഡ് പറഞ്ഞു കൊടുത്താ. അപ്പൊ ഞാൻ അതിന്റെ അപ്പുറത്ത് എന്താ കല്യാണ ബ്രോക്കർ മോശമാണോ കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കമന്റ്. എന്നാലെങ്കിലും ഒന്ന് പ്രതികരിക്കുന്നില്ല. ഒരാള് പ്രതികരിക്കുന്നില്ലെന്നേ. നിങ്ങൾ ആർക്കേലൊക്കെ കയറി 4 നെഗറ്റീവ് കമന്റ് ഇട്ടൂടെ ഈ പൊക്കി പറയണതിന് പകരം? കാരണം അതാണ് യൂട്യൂബിനും ആണെങ്കിലും ഫേസ്ബുക്കിനാണെങ്കിലും ഇഷ്ടം. അതാണ് ആൾക്കാർക്ക് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പൊന്തും. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നെഗറ്റീവായിട്ട് കാര്യങ്ങളെ ചിന്തിക്കരുത്. ഭയങ്കര ഇവിടെ സംഭവിച്ച മാറ്റം എന്താ അറിയും? ഹരിദാസ് ഏട്ടൻ ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പോർട്ടിങ്ങിന്റെ മറ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ ദിവസം. മുനീർ ഭായിക്ക് വരെ മാറ്റം വന്നിട്ടുണ്ട്. രാമേന്ദ്രേട്ടൻ എന്താ ചെൽസി മാറ്റിയിട്ട് ഞാൻ അടുത്ത ബാഴ്സലോണ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ സോഡ കമ്പനി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. കമ്പനികളെന്നെ വലുതാക്കാൻ പോകുന്ന കേട്ടത്. ചെൽസി, ബാഴ്സലോണ, റിയൽ മാഡ്രിഡ് ഒക്കെ ഇറക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ കേട്ടത്. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നത്തിങ്. എന്തുകൊണ്ടാണ് രാമേന്ദ്രേട്ടൻ 21ാമത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത്? രാമേന്ദ്രേട്ടൻ എന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് അവിടെ മാടായിൽ ഇഷ്ടം പോലെ പണിയില്ലേ? മാടായില്ലേ? ഇവിടെ കണ്ണൂരല്ലേ? ഇഷ്ടം പോലെ പണിയില്ലേ രാവിലെ? നിങ്ങൾക്ക് ആ സമയം 4 സോഡ അടിച്ചുകൂടെ നിങ്ങൾക്ക്? എന്താ ഇവിടെ വന്നിരിക്കുന്നത് രാവിലെ? ഇപ്പൊ സോഡ കൊടുക്കാറാണ് മഴയത്ത്. ഉണ്ടായിരുന്നു സോഡ അങ്ങനെ തിരിച്ചടിക്കണ്ടല്ലേ? പക്ഷെ ഈ പിന്നെ മുമ്പ് അല്ല ഇപ്പൊ മഴയല്ല. അല്ല ഈ നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ സമയത്ത് 21 ദിവസം ഇരിക്കണമെങ്കില് ഉള്ളിൽ സാറ് പറഞ്ഞ ഉള്ളിലൊരു തീ ഉറങ്ങാൻ പറ്റുന്ന മഴയല്ല, നെറ്റ് ചെറിയ പ്രശ്നം കംപ്ലൈന്റ് ഉണ്ടാവും. മനസ്സിലായി. ഇപ്പൊ ഓക്കെയാണ്, ക്ലിയർ ആണ്, പറഞ്ഞോളൂ. ഞാൻ ഇപ്പൊ പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസത്തിൽ കുറച്ച് അധികം ഉറങ്ങുന്ന സമയമാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട്. പക്ഷെ ഇത് സാറ് പറഞ്ഞ മാതിരി ഉള്ളിലൊരു തീ ഉണ്ടല്ലോ, ആ തീ ഉണ്ടായോണ്ട് ഇരിക്കുന്നതാണ്. പിന്നെ ഭാര്യ ഇപ്പൊ 5:30 എണീക്കും. കൂട്ടായിക്കോട്ടെ. ഭാര്യ വരെ മാറി. സ്വന്തമായിട്ട് മാത്രമല്ല, ഭാര്യ വരെ മാറ്റി. അല്ല, ഭാര്യ സ്ഥിരമായിട്ട് 5:30 എണീക്കും. ഭാര്യ സ്ഥിരമായിട്ട് എഴുതും. ഭാര്യയ്ക്ക് ഒരു കൂട്ടായി. ഭാര്യ പറയണ്ടേ എന്തായാലും അയാൾ രാവിലെ എഴുന്നേറ്റിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറയണ്ട. അവിടെ ഇരുന്നിട്ട് അടുത്ത വീട്ടിൽ ചേച്ചിയോട് വെച്ചാറിയാം. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി. എന്നെ ദോശ ചുടിക്കാൻ തുടങ്ങി, ഞാൻ ഫ്രീ ആയതുകൊണ്ട്. ദോശ ചുടിക്കും. സ്വന്തമായിട്ട് ദോശ ചുടുന്ന മെഷീൻ കണ്ടുപിടിക്കേണ്ട അവസരം സമയമായില്ല. ഹരിദാസേട്ടാ, ചമ്മന്തിപ്പൊടി വേണമെങ്കിൽ ഹരിദാസേട്ടൻ തരും. അത് ഞാൻ അരക്കണ്ട കേട്ടോ. അവിടെയാണ് നമ്മൾ സൊല്യൂഷൻ കൊടുക്കേണ്ടത്. എനിവേ പറയും എന്തൊക്കെയാണ്. ഞാനിങ്ങനെ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതില് ഫസ്റ്റ് ടൈം ജൂലൈ 21 എന്നെ ആദ്യമായിട്ട് കണ്ട എത്ര പേരുണ്ട്? ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുകയോ കാണുകയോ ചെയ്ത ആളുകൾ എത്ര പേരുണ്ട്? ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ ഈ ഒരു 21 ദിവസം മാത്രമാണ് ഞാൻ പരിചയപ്പെട്ടെന്ന് പറയുന്ന എത്ര പേരുണ്ട്? രാഹുലൊക്കെ ഇപ്പൊ നമ്മുടെ സ്വന്തം ആളായി മാറിയില്ലേ 20 ദിവസം കൊണ്ട്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുന്നേ ഹരിദാസേട്ടൻ നമ്മുടെ സ്വന്തം ആളായിപ്പോ. ഹരിദാസേട്ടൻ ഇല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ ഉറക്കാണ്. എല്ലാരും വന്നത് ഇന്നെന്താ ഹരിദാസേട്ടൻ അല്ലെന്ന് ചോദിക്കുക. ഹരിദാസേട്ടൻ തന്നെ അന്തം വിട്ടിരിക്കുന്നു ഇപ്പൊ. വിജയ് പിന്നെ ഞാൻ നേരത്തെ അറിയാം. ഞങ്ങൾ ടെലിഫോണിക്കൽ സോണിച്ചേട്ടൻ, രാമേന്ദ്രേട്ടൻ ആദ്യമാണ്. സിറാജ് ഗ്രൂപ്പ് കിടന്നിട്ട് താണ്ടവാടാണ്. സിറാജ് എനിക്ക് തോന്നുന്നു ആദ്യമേ ഇതാ കിടപ്പുണ്ട് ഇവിടെ. ഉണ്ട് എല്ലാരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അമ്പിളി, നാസർ സാറ്. പിന്നെ നമ്മള് ആദ്യം തൊട്ടേ ഞങ്ങള് നാസർ സാറെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇല്ല, ഞാൻ വരുമ്പോ പരിചയപ്പെടുത്താന്ന് വെച്ചിട്ട്. അദ്ദേഹം കേരള സ്പീച്ച് ഫൗണ്ടേഷന്റെ MD ആണ് കേട്ടോ. അദ്ദേഹത്തിന്
ഹിപ്നോട്ടിക് കൗൺസിലിംഗ്, അതുപോലെ തന്നെ സൈക്കോളജി, ഇതിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന ആളാണ്. വെറുതെ ഇരിക്കുന്ന മറ്റേ കണ്ണട വെച്ചിരിക്കുന്നല്ല, ചെറിയ ആളൊന്നല്ല, വലുതാണ്. ഫോട്ടോക്കെട്ടെ നടക്കാറില്ല, ഇന്നത്തെ വീട് അപ്പോ അതൊരു മാർക്കറ്റിംഗ് അല്ല, നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല, പ്രൊമോഷൻ ഞാൻ പറയും. പ്രൊമോഷൻ. ജുഹൈന 10 പേരോട് പോയിട്ട് പറയും, അതെ നമ്മുടെ ക്ലാസ്സിൽ ആക്ച്വലി സൈക്കോളജി കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ആളുണ്ടെന്ന് പറയും. 10 പേരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, നിങ്ങൾ 100 രൂപയ്ക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരാൾക്ക് കൊടുക്കുന്നതിന് പകരം അതിനുള്ള മാർക്കറ്റിംഗ് കിട്ടിയില്ലേ? അപ്പൊ ആ കാശ് മുതലായി നമ്മുടെ ആഗസ്റ്റ് 15-ാം തീയതി പരിപാടിയുടെ. തീർച്ചയായിട്ടും പ്രോഗ്രാം നന്നാക്കുന്നത്, ആഗസ്റ്റ് 15-ന്റെ പ്രോഗ്രാം. യെസ് 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 യെസ്. നമ്മൾ ഏകദേശം 32-33 പേര് ഇതുവരെ രജിസ്റ്റർ ചെയ്തു കേട്ടോ. ഹോട്ടലൊക്കെ റെഡിയാണ്, സെറ്റാണ് അവിടെ, നമ്മള് കാര്യങ്ങളൊക്കെ വർക്ക് ആയിട്ടുണ്ട്. പറയും, എനിക്കൊന്നും പറയാനില്ല, ഞാനിന്ന് ഫൈനല് ഞാൻ ഇന്ന് കാണാൻ വന്ന ആളാണ്. ആരെങ്കിലും ഒക്കെ ഒന്ന് കയറി സംസാരിക്കുന്നേ, അല്ലെങ്കിൽ പരിപാടികളൊന്ന് ഏറ്റെടുക്കുക. എന്നിട്ട് രമേശ് ഭായി ഒന്ന് ഏറ്റെടുത്ത് എല്ലാരെയും കൊണ്ടൊന്ന് സംസാരിപ്പിക്കും, ഞാനൊന്ന് സൈലന്റ് ആയിട്ടിരിക്കട്ടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രാവിലെ എണീറ്റ് വരിക എന്നുള്ള ഒരു ശീലം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു ചലഞ്ച്. അതായിരുന്നു, നമ്മൾ ബിസിനസ്സിലെ ചലഞ്ചസ് എടുക്കണം എന്ന് പറയും, അതുപോലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് പറയും. അപ്പൊ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്, രാവിലെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത് നമുക്കൊരു കംഫർട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്, ഒരു ശീലമാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു. പക്ഷെ അതിലുപരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അറിയുന്ന ചില കാര്യങ്ങൾ കുറച്ചുകൂടി നമുക്ക് ഇൻസൈറ്റ്ഫുൾ ആയിട്ട് കിട്ടി, അറിയാത്ത കുറെ കാര്യങ്ങൾ കിട്ടി. അപ്പൊ അതില് ഇപ്പൊ ഒരു 21 ദിവസം കൊണ്ട് നമുക്കതൊരു ശീലമാവോന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളത് കുറച്ചും കൂടി കണ്ടിന്യൂ ചെയ്ത് പോയാൽ തന്നെയാണ് അതൊരു ശീലമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നേരത്തെ എണീക്കുക എന്നുള്ള ഒരു ചലഞ്ച് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും, ബിസിനസ് ഗ്രോത്തിന് എപ്പോഴും ഉപയോഗിക്കാം, നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. അതൊരു പേഴ്സണൽ, നമ്മളെല്ലാവരുമായിട്ടുള്ള ഒരു ബോണ്ടിങ് കുറച്ചൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അത് കുറച്ചും കൂടി നമുക്ക് ഗംഭീരമായിട്ട് 15-ാം തീയതി ഫിസിക്കൽ മീറ്റിംഗിൽ നടക്കും എല്ലാവരുമായിട്ടുള്ള. ശരിക്കും ആ ഒരു വളരെ ഒരു പേഴ്സണൽ ബോണ്ടിങ്ങിലേക്ക് കുറെ ആളുകൾ, ഇപ്പൊ എന്നെ 1-2 പേര് എന്നെ ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ കുറച്ച് പേരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു അവിടെ കാണുമ്പോ തന്നെ ഓൾറെഡി നമ്മൾ നല്ല കണക്ഷൻ ആയി കഴിഞ്ഞു ഇപ്പൊ തന്നെ. അപ്പോ അവിടെ ഒരു അപരിചിതത്വം ഉണ്ടാവില്ല 15-ാം തീയതി വരുമ്പോൾ. അപ്പൊ ആ ഒരു എല്ലാവരും എത്തുക എന്നുള്ളത് തന്നെയാണ് 15-ാം തീയതിയിലേക്ക്. പിന്നെ അതിനുശേഷമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ള നെറ്റ്വർക്കിംഗ്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ സെയിൽസ് ക്ലോസിംഗ് ടെക്നിക്സ്, അല്ലെങ്കിൽ നമുക്കൊരു സെയിൽസിൽ നമ്മൾ എത്രത്തോളം പുറകിലാണ്, നമ്മൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കുറെ അവയർനെസ് നമുക്ക് ഇതിൽ കിട്ടി ഇതിനകത്ത് ഒരു 21 ദിവസം കൊണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ശ്രീ സാറ്, പ്രൊക്രാസ്റ്റിനേഷന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫസ്റ്റ് ഡേ മുതൽ ഞാൻ അത് ഞാൻ ബുക്ക് വാങ്ങിച്ചു വെച്ചു. പക്ഷെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ട് ആ ബുക്ക് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ ശ്രീ സാർ? ആ ബുക്ക് ഇന്നലെ വരെ വായിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ബുക്ക്, ഇതാണ് ബുക്ക്. കാണുന്നുണ്ടോ? കാണുന്നില്ല, അത് മാറും, അത് കിട്ടില്ല, ബാക്ക്ഗ്രൗണ്ട് അടിപൊളി ബുക്കാണ്. അതിൽ 21 വഴികളാണ് പറയുന്നത്. കറക്റ്റ് 21 ദിവസമായിരുന്നു. അത് കോയിൻസിഡൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ എടുത്ത് നോക്കുമ്പോ 21 ഗ്രേറ്റ് വേസ് എന്ന് പറഞ്ഞിട്ട് അതിൽ കാണിച്ചു. അപ്പൊ കറക്റ്റ്, അപ്പൊ എല്ലാ ദിവസവും ഓരോ ചാപ്റ്റർ വായിക്കുക എന്നുള്ളത്. ആരെഴുതിയാണ്? ബ്രെയിൻ ട്രേസിംഗ്. ആമസോണിൽ കിട്ടാം. മലയാളം ഉണ്ടെന്ന് തോന്നുന്നു. ഈറ്റ് ദാറ്റ് ഫ്രോഗിന്റെ മലയാളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ടുള്ളത്. ഭയങ്കര ഏറ്റവും പ്രോക്രാസ്റ്റിനേഷൻ മെത്തേഡില് ഏറ്റവും കൂടുതൽ ഓവർകം ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ്. പിന്നെ ജപ്പാൻ ടെക്നിക്കുകളാണ് പിന്നെ ഉള്ളത്, ഇക്കിഗായ് പോലുള്ള ടെക്നിക്കുകൾ. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യമല്ല, നമ്മളത് എപ്പോഴും വായിക്കുന്നത് നല്ലതാണ്.
അപ്പൊ അങ്ങനെ നമുക്കൊരു കുറെ കാര്യങ്ങളിൽ നമ്മളൊരു ചേഞ്ച് വരുത്തണം എന്ന് തോന്നുകയും ചേഞ്ച് വന്നു തുടങ്ങുകയും ഒക്കെ ചെയ്ത ഒരു 20 ദിവസമായിരുന്നു, 21 ദിവസമായിരുന്നു. ഇതാണ് എനിക്ക് ഉള്ള ഒരു എക്സ്പീരിയൻസ്. പറയും ബാക്കിയുള്ളവര്. ഈ ക്ലാസ്സിൽ പഠിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം 21 ദിവസം എന്താ പറയാ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു സംഗതി എന്താ ചെയ്താലേ വിജയിക്കും എന്നുള്ളത് എന്താ പറയാ അതിന്റെ ഒരു ഉദാഹരണമാണ്. ഇനിയിപ്പോ ഇത് തുടർന്നിട്ടും എന്ത് ചെയ്യാ, ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം. അതായത് ക്ലാസ് എല്ലാം പറഞ്ഞത് നമ്മളെ ലൈഫില് കാര്യങ്ങള് എന്ത് ചെയ്യാ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാലേ എന്തിനും നമുക്ക് വിജയം കണ്ടെത്താൻ പറ്റുള്ളൂ. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓ അതെ. പിന്നെ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങള് പല ഭാഗത്തുനിന്നും എന്ത് ചെയ്യാ നേരിട്ടുകൊണ്ടിരിക്കണം. അപ്പം അത് ഓവർകം ചെയ്യാന്നുള്ളത് നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഇത് എന്താ പറയാ ഇങ്ങനെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകണം. ഈ രാവിലെ എണീക്കുന്ന ശീലങ്ങളും അതൊക്കെ കൺസിസ്റ്റന്റ് സ്ഥിരമായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ ബിസിനസിന് വിജയം കിട്ടുള്ളൂ. ബൈജുബായ് പറഞ്ഞോളൂ. താങ്കൾ ഹാൻഡ് റൈസ് ചെയ്ത് ഞാൻ കണ്ടു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തായാലും എനിക്ക് 21 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറിയത്. അന്ന് മുതൽ എല്ലാ ദിവസവും ഉണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുന്ന ശീലം എനിക്കുണ്ട്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും വായിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇത്. പക്ഷെ ഈ 21 ദിവസം കൊണ്ട് സാറിന്റെ ഈ സെഷൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഞാനൊരു ട്രെയിനിങ് ഒരെണ്ണം അനൗൺസ് ചെയ്തു. കാരണം ഇതുപോലെ തന്നെയുള്ള ഒരു ട്രെയിനിങ് ഞാൻ അനൗൺസ് ചെയ്തു. കാരണം ഞാനത് ചെയ്യണോ വേണ്ടേ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു. അത് സാറിന്റെ ക്ലാസ്സുകളിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷനും ക്ലാസ്സിന്റെ സാറ് പറയാതെ തന്നെ പറഞ്ഞ കുറെ കാര്യങ്ങളിൽ നിന്നാണ് ഞാനത് അനൗൺസ് ചെയ്തത്. അതെന്തായാലും നെക്സ്റ്റ് വീക്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. മൊഡ്യൂൾ പ്രിപ്പറേഷൻ കഴിഞ്ഞല്ല, അത് സാറിന്റെ ഒരു ഇൻസ്പിറേഷനിലാണ്. എന്തായാലും ഈ സെഷൻ 21 ദിവസത്തെ ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ഓരോരുത്തർക്കും അവരുടേതായ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ എനിക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്ന രീതിയിലാണ് സാറിന്റെ ക്ലാസ്. അത്രയും മനോഹരമായുള്ള പ്രസന്റേഷനും അത്രയും എന്താ പറയാ കണ്ടന്റ്, അതായത് അറിവുകളുടെ ഒരു ഭണ്ഡാരം തന്നെ ഞങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വെച്ച് തന്നു 21 ദിവസം കൊണ്ട്. എത്ര പറഞ്ഞാലും അത് പുകഴത്തിലാവില്ല. കാരണം മനസ്സിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ് അത്. ഇത്രയും നല്ലൊരു സെഷൻ സാർ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് തന്നെ സാറിനെ എന്നെ സംബന്ധിച്ച് ഞാൻ സാറിന് ഹാറ്റ്സ് ഓഫ് ചെയ്യാണ്. കാരണം സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ സാറിന്റെ ഒരു ചേഞ്ചിന് വേണ്ടിയാണെങ്കിലും അതിലുപരി കൂടെ നിൽക്കുന്ന ഞങ്ങളുടെ ചേഞ്ചിനും അത് വളരെയധികം ഗുണകരമാക്കി. എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്തെങ്കിലും മാറ്റങ്ങൾ ഈ 21 ഡേയ്സ് കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവും. അവരുടെ ചിന്തകളിലോ അവരുടെ പെരുമാറ്റത്തിലോ അവരുടെ പ്രവൃത്തികളിലോ ഒക്കെ. എന്നെ സംബന്ധിച്ച് എന്റെ ചിന്തകളിലും പ്രവൃത്തികളിലും മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ഇതാണ് ഞാൻ ഒരു ട്രെയിനിങ് അനൗൺസ് ചെയ്തതും അതിന് കോൾ ഫോർ ചെയ്തതും അതിലേക്ക് ഇപ്പൊ ജോയിനിങ് വന്നു. ഏകദേശം ഒരു 50-60 പേരോളം വാട്സപ്പ് ഗ്രൂപ്പിൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിങ്ങനെ പോകുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്കിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് സാറിന്റെ ഒരു ഇൻസ്പിറേഷൻ. എന്തായാലും ഒരു ഇപ്പോഴത്തെ ടൈം ഞാൻ തീരുമാനിച്ചിട്ടില്ല ഏതാണ്. മോർണിംഗ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഈവനിങ്. അത് നമ്മൾ എന്തായാലും പാർട്ടിസിപ്പൻസിന്റെ ഒരു കൺവീനിയൻസ് കൂടി നോക്കണമല്ലോ. എല്ലാവർക്കും പറ്റുന്നൊരു സമയം ഏതാണെന്ന് വെച്ചാൽ അതുകൊണ്ട് നോക്കും. നമ്മൾ ടൈം പറയും. പക്ഷെ എനിക്കത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു. സാർ ഞങ്ങൾക്കൊരു കുറച്ച് പേരുണ്ട്, എപ്പോഴാണ് ടൈം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ടൈം നോക്കണ്ട, നിങ്ങളുടെ ടൈം പറയണമെങ്കിൽ ആ ടൈമിലേക്ക് ഞാൻ ചെയ്തു തരാൻ പറഞ്ഞു. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെയും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ സാറോട് പറഞ്ഞിരുന്നു 15-ാം തീയതിത്തെ കാര്യം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്കൊരു 90% ഞാൻ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മിക്കതും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേറൊരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ഞാൻ അവിടെ ഉണ്ടായിരിക്കും സാർ, അത് ഉറപ്പാണ്. എന്തായാലും നാളത്തെ കഴിഞ്ഞാലാണ് എനിക്കത് കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. 12-13 തിങ്കളാഴ്ച ഞാൻ എന്തായാലും പറയും. പിന്നെ തിങ്കളാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അതിന് ഞാൻ ഉറപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ പ്രോഗ്രാം വന്നാൽ ഞാൻ ഏറ്റെടുക്കില്ല. ഞാൻ അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് സ്ലോ ചെയ്യുന്നത്. എന്തായാലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ 90% ഞാൻ ഉണ്ടാവും. കാരണം 15-ാം തീയതി എനിക്ക് വേറെ പ്രോഗ്രാം ഒന്നും ഇന്ന് വരെ വന്നിട്ടില്ല. നാളത്തെ കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ സാറിന് എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. എന്തായാലും സാറിനെ പോലെ ഒരാളുടെ ക്ലാസ് കേൾക്കാനും അതിന് ഇൻസ്പിറേഷൻ ചെയ്യാനും ഒപ്പം തന്നെ കുറെ അറിവുകൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 10-20 പേജുകൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് സാറിന്റെ ഓരോ പോയിന്റ്സും ഓരോ കോട്ടുകളും സാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. എന്തായാലും വളരെ മനോഹരമായ ഒരു സെഷൻ ആയിരുന്നു 21 ദിവസം. സാറിന് മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടായിട്ടുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാറേ ഞാൻ കുറച്ച് നേരത്തെ പോകും. എനിക്ക് ഒരു പറവൂരുണ്ട്. അപ്പോ 7 മണി, എനിക്ക് 9 മണിക്ക് അവിടെ എത്തണം. പിന്നെ മഴയാണ്, വണ്ടി കൊണ്ട് പോകാൻ പറ്റൂല. ഒത്തിരി നേരത്തെ പോകും ഞാൻ.
ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ. ഞാനിപ്പറ്റി സാറേ, പറയൂ ഹരിത സാർ. ഞാൻ സാറിന്റെ ക്ലാസ് 17 ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തത്. നീ 5 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് എനിക്ക് അത്ര പ്രധാനപ്പെട്ട സംഭവമല്ല. ഞാൻ 5 മണിക്ക് മുന്നേ ഇരിക്കുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാവിലെ മുതൽ ടെൻഷനാണ്. ശരിക്കും പറഞ്ഞ ബിസിനസിന്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ പ്രയാസമായിരുന്നു. ഇവിടെ ഇപ്പൊ സാറിന്റെ ഈ അനൗൺസ് ഞാൻ കേൾക്കുന്നതിന്റെ ചർച്ച ഗ്രൂപ്പ് എന്നാണ്. അതുകൊണ്ടാണ് എന്നെ ഈ ഗ്രൂപ്പിലേക്ക് അട്രാക്ട് ചെയ്തത് തന്നെ. സാധാരണ എല്ലാവരും ക്ലാസ് കേൾക്കുന്നു, എല്ലാം നല്ല വിഷയങ്ങളൊക്കെ കേൾക്കുന്നു, പോകുന്നു. പക്ഷെ അത് പ്രായോഗിക തലത്തിലൊന്നും സംഭവിക്കാറില്ല. ഇവിടെ 10 ദിവസം, ഈ 10 ദിവസം കൊണ്ട് തന്നെ എനിക്ക് വന്ന മാറ്റം എന്ന് വെച്ചാല് ഇപ്പൊ സാറ് നേരത്തെ സംസാരിച്ച പോലെ എല്ലാത്തിന്റെയും അടിത്തറ മൈൻഡാണ്. മനസ്സാണ് എല്ലാത്തിന്റെയും അടിസ്ഥാന ഘടകം. ആ ഒരു മാറ്റമാണ് എന്നിൽ ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട്, 17 ദിവസമായി നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നെങ്കിൽ പോലും കഴിഞ്ഞ ഈ 10 ദിവസം എന്നിൽ ഭയങ്കര മാറ്റമാണ് ഉണ്ടായത്. കാരണം അതിന് മാത്രം ഞാൻ ഇതിക്ക് മുന്നും കുറെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടും മറ്റു പല മേഖലകളിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ക്ലോസിങ് നടന്നിരുന്നില്ല. ഇപ്പോ അങ്ങനല്ല. ഈ 10 ദിവസം കൊണ്ട് സംഭവിച്ചത്. അതിന് പ്രധാന കാര്യം ഇപ്പൊ സാറ് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഈ നമ്മളെ ഗ്രൂപ്പിൽ ചർച്ചയിൽ വരുന്ന ആളുകളുണ്ട്. ഇപ്പോ രമേഷ്, സനീഷ്, ഇവരൊക്കെ പറയുന്ന അഭിപ്രായങ്ങൾ ചെറിയ കാര്യങ്ങൾ ആണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ രമേഷായിട്ടൊക്കെ ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിലൂടെ തന്നെ എനിക്ക് വലിയൊരു മാറ്റം ഞാൻ പറയാൻ കാരണം വെച്ചാല് ഞാൻ ബിസിനസ്സിൽ കുറച്ച് വർഷങ്ങളായിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ മനസ്സിലാക്കിയുന്ന രീതി മറ്റൊരു തരത്തിലായിരുന്നു അത്. ഇപ്പോഴാണ് അതിന് ശരിയായ ഒരു സൊല്യൂഷൻ വന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ തന്നെ പുതിയ അറിവ് സാറ് കൊണ്ടുവന്ന മറ്റേ ശിവസാറിന്റെ ക്ലാസ്സിൽ NLP എനിക്ക് വലിയ പരിചയമുള്ള ഒക്കെ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ വലിയ അറിവുണ്ടായിരുന്നില്ല. പക്ഷെ അതൊരു വലിയൊരു സംഭവം തന്നെ കേട്ടത്. ഞാൻ അദ്ദേഹത്തിന്റെ ക്ലാസ് ഒരിക്കൽ അറ്റൻഡ് ചെയ്യണം എനിക്ക്. കാരണം എത്ര വലിയവനായാലും എത്ര ചെറിയവനായാലും ആ ചെറിയവന് വലിയ ഒപ്പം എത്താൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. എന്ന പോലെ തന്നെയാണ് ഇവ സാറിന്റെ ഈ ക്ലാസ് എന്നല്ല ശരിക്കും പറയേണ്ടത്. നമ്മള് പരസ്പരം ചർച്ച ചെയ്ത് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുന്ന ഒരു രീതിയായിരുന്നു സാറിന്റെ. ആ രീതിയാണ് എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഈ രീതി തന്നെയാണ് വേണ്ടതും എല്ലാം. ഞാനിപ്പോ റൂബിൾ ചാണ്ടി സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കൽ. വളരെ ബെറ്റർ ക്ലാസ് ആണ്. പക്ഷെ പ്രായോഗിക തലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ തന്നെ 500 മുതൽ 1000 ആളുകളാണ് ഇത് പങ്കെടുക്കുന്നത്. അവിടെ എന്നെ പോലൊരു ആൾക്ക് ഒന്നുമില്ല ചെയ്യാനായിട്ട്. പക്ഷെ ഈ രീതിയാണ് നമുക്ക് തുടരേണ്ടത്. ഇത് എന്നും ഇതുപോലെ തന്നെ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം രാവിലെ തന്നെ ഈ തരം ഒരു ബിസിനസ് ചർച്ച, ആ ചർച്ചയിലൂടെ നമ്മളതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ ബിസിനസ് വളരുകയും ചെയ്യും. നമ്മളെ ഈ കൂട്ടായ്മ, പരസ്പരം ചർച്ച ചെയ്യല്, ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് പോകും. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ആഗസ്റ്റ് 15 നമ്മൾ എല്ലാവരും നേരിട്ട് കാണുന്നുണ്ടല്ലോ, അതന്നെ വലിയൊരു പ്രോഗ്രാമായി മാറും. ഇതൊക്കെ എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. ഇനി നമുക്ക് നേരിട്ട് കാണുമ്പോ എല്ലാം പറയാം. ഡെഫിനറ്റ്ലി ശിവസാറുടെ പ്രോഗ്രാംസ് തൃശ്ശൂർ ഉണ്ടാവാറുണ്ട് കേട്ടോ.
തൃശ്ശൂർ അദ്ദേഹം എല്ലാ മാസവും ഓരോ പരിപാടി വെക്കാറുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മുനീർ ഭായ്, പറയും മുനീർ ഭായ്. ഞാന് രാവിലെ എഴുന്നേൽക്കുന്നത് എനിക്ക് ശീലമാണ്, 4 മണി സ്ഥിരമായിട്ടുള്ളതാണ്. പക്ഷെ എന്താ വെച്ചാല് നമ്മളൊരു ബിസിനസ് പരമായി രാവിലെ തന്നെ അതിലൊരു എൻഗേജ് ആവുക, പിന്നെ നമ്മളെ മൈൻഡ് സെറ്റ് തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതിലേക്ക് പോവാന്നുള്ളത് ഈ ഒരു 21 ദിവസമാണ് കിട്ടിയത്. അതിന്റെ മുന്നൊക്കെ അത്തരത്തില് ഒരു മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ടില്ലായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മളെ ക്യാപ്റ്റൻ മൈൻഡ് സെറ്റ് മുതൽ തുടങ്ങിയിട്ട് ഓരോ ദിവസവും സാറിന്റെ ഓരോ ക്ലാസ്സുകൾ കഴിയുന്ന അന്ന് കിട്ടുന്ന പോയിന്റ്സുകൾ എന്റെ ബിസിനസ്സിൽ എങ്ങനെ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് പോവാറുണ്ട്. ഓരോന്നും നമ്മളെ പ്രോസസ്സ് സിസ്റ്റം വന്നപ്പോൾ അത് ഏത് രീതിയിൽ ചെയ്യാം, അതുപോലെ സെയിൽസിൽ വരുമ്പോൾ ഏത് ക്ലോസിംഗ് മെത്തേഡുകൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ചെയ്യാറുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇനിയും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഇതേപോലെ തന്നെ നാളെ മുതൽ ഇതേപോലെ തന്നെ ഇരിക്കാനാണ് തീരുമാനം, തുടരുക. ആ ഓരോ കാര്യങ്ങളും ഇപ്പൊ 21 ദിവസത്തിലുള്ള ഓരോ ക്ലാസ്സുകളും വീണ്ടും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഓരോ ദിവസവും ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തുടരും. 19-ാം തീയതി മുതൽ സാർ പറഞ്ഞ ഡെയിലി മോർണിംഗ് ക്ലാസ്സിൽ ഞാൻ ഉണ്ടാവും. അങ്ങനെയാണ് തീരുമാനിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്, നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും 21 ദിവസം. ഞാനൊരു സൊല്യൂഷൻ പറയാം വേണമെങ്കിൽ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അടുത്ത കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് തിരക്കുണ്ടാവേണ്ട, അടുത്ത 19-ാം തീയതി വരെ വേണമെങ്കിൽ ഈ ലിങ്ക് നമുക്ക് ഓപ്പൺ ആക്കിയിടാം. ആർക്കെങ്കിലും വന്നിട്ട് ഇതുപോലെ രാവിലെ വന്നിരുന്ന് സംസാരിക്കുകയും ഓരോരോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും മുൻകൈ എടുക്കുകയാണെങ്കിൽ ആ ലിങ്ക് ഞാൻ ഓപ്പൺ ആക്കിയിടാം. നോ പ്രോബ്ലം. 6 to 7 നമുക്ക് ഓപ്പൺ ആക്കിയിടാം. ഇതില് ഇതേപോലെ തന്നെ പല യൂട്യൂബ് വീഡിയോസും മറ്റു കാര്യങ്ങളും പുസ്തകങ്ങൾ അതൊക്കെ ട്രൈ ചെയ്യാറുണ്ട്, പിന്നെ കേൾക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അതേപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കും. പ്രാക്ടിക്കൽ സൈഡിലേക്ക് കൂടുതലും വരാറില്ലായിരുന്നു. അത് ഇപ്പോഴാണ് പ്രാക്ടിക്കൽ ആവുന്നത്. ബിസിനസ്സുകാരന്റെ ഏറ്റവും വലിയ ഫെയിലർ എന്താണെന്നറിയോ? നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാത്തതാണ്. നിങ്ങളുടെ അടുത്തുള്ള ഏത് ഐഡിയ ആണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്യാത്തതാണ് ഒരു ബിസിനസ്സുകാരുടെ ഏറ്റവും വലിയ ഫെയിലിയർ. അവൻ എക്സിക്യൂട്ട് ചെയ്ത് തോറ്റു കഴിഞ്ഞാലും അവന് തിരിച്ചു വരാന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കും. മറിച്ച് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും ശരിയാവില്ല, അതൊന്നും സെറ്റ് ആവില്ല, അതും പിന്നീടാവട്ടെ, നോക്കാം, അത് അവര് വരട്ടെ, ടീം ആവട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് ബിസിനസ്സുകാരെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട്. അവനവന്റെ ബിസിനസ്സിൽ കയറി വരാറില്ല എന്നുള്ളതാണ്. മാസ ചെലവിനുള്ള പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവര് ചിലരുടെ ഉദ്ദേശം. എന്നിട്ട് എത്രയോ ആളുകൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കി ടീമിന് ശമ്പളം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ ആളുകൾ ചെയ്യണമെന്ന് കരുതിയിട്ട് ചെയ്യാതിരിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ ബിസിനസ് തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഇനി ഇവിടെ എന്താണ് നടക്കുന്നത് എനിക്ക് അറിയുന്നില്ല, എന്താണ് സാർ നടക്കുന്നത്? ഇന്ന് 21-ാമത്തെ ദിവസമാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അയ്യോ എനിക്ക് ആ സമയത്ത് തിരക്കാണെന്ന്. ഇവിടെ എല്ലാവരും തിരക്കുള്ള ആൾക്കാർ, ആരാ തിരക്കില്ലാത്തവർ? ഫറൂഖ്ജിക്ക് പരിപാടി ഒരു പണിയില്ലാണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും പണിയില്ലേ? യുഹൈനയ്ക്ക് എന്താ അടുക്കളയിൽ പണിയില്ലേ? അല്ലെങ്കിൽ വേറെ പുറത്ത് പണിയില്ലേ? പിങ്കിക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഓഫീസിൽ പോവാൻ. പണിയില്ലാത്തവരാരുമില്ല, തിരക്കില്ലാത്തവരല്ല. തിരക്കുകളെ കുറിച്ച്, അർജൻസിയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തോരം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പോകുന്നറിയും. നമ്മളത് സംസാരിക്കാം. നമുക്ക് ഓഗസ്റ്റ് 15-ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു നിങ്ങൾ എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ച്. ഇത്രയും കാലം നിങ്ങൾ മാറണം എന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെ മാറണം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അന്ന് ഓഗസ്റ്റ് 15-ന് സംസാരിക്കുന്നു. കുറച്ചും കൂടി എക്സിക്യൂഷൻ ലെവലിലാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, പറയും, ബാക്കിയുള്ള പറ. ഞാൻ സംസാരിക്കാൻ തുടങ്ങിയ നിർത്തില്ലാന്ന് എനിക്കറിയില്ല. യെസ്, ഗുഡ് മോർണിംഗ് ശ്രീജി ആൻഡ് ടീം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇടയ്ക്കാണ് കയറിയത്. മേ ബി ഒരു മാക്സിമം ഒരു 9 to 10 days ആയിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതിനുശേഷം ഒരു ക്ലാസ് ഞാൻ മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാം ഞാൻ ഈ പറയുന്ന തിരക്ക് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള കുറെ ഇതുണ്ടെങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പോലും ഞാൻ ഇത് കേൾക്കാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഉള്ളത്. എനിക്ക് കിട്ടിയൊരു കാര്യം എന്ന് വെച്ചാൽ സെയിൽസ് മാത്രമല്ല, നമുക്കിപ്പോ ശ്രീജി പറഞ്ഞതെല്ലാം സെയിൽസിന്റെ
ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒരു ബിസിനസ്മാന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആണ് എനിക്ക് ഇതിനകത്ത് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ലേണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു ആറ്റിറ്റ്യൂഡാണ്. കാരണം ഇപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് 6 മണി എന്ന് പറയുമ്പോൾ ഷാർപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, 7 മണി എന്ന് പറയുമ്പോൾ ആ ഡിസിപ്ലിൻ, ആ ലീഡർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 21 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 10 ദിവസം കൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു സെൽ ദ പ്രൊഡക്റ്റ്, ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദം ടു പർച്ചേസ് മൈ പ്രൊഡക്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്റെ മനസ്സിൽ എപ്പോഴും ഓരോ തവണ ഞാൻ എന്റെ എഫ്എസ്ഒനോട് സംസാരിക്കുമ്പോഴും സെയിൽസുകാരോട് സംസാരിക്കുമ്പോഴൊക്കെ ആ ഒരു മൈൻഡ് സെറ്റിലാണ് അവരും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് വലിയൊരു മാറ്റം തന്നെ. ഇതുവരെയൊക്കെ പല കാര്യം പറഞ്ഞ പല എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരാണ്. ഞാൻ എഫേർട്ടാണ്. ഇപ്പൊ നമ്മള് ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞ പിന്നെ എഫേർട്ട് നമ്മൾ വളരെ കൊടുത്താലേ നമുക്ക് അതിനകത്ത് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ദെൻ ആക്ഷൻസ്. പലപ്പോഴും ഒരു ബിസിനസ്സുകാരൻ ആദ്യത്തെ 2 കാര്യം ഉണ്ടാവും, പക്ഷെ ആക്ഷൻ ഉണ്ടാവില്ല. ഇപ്പൊ ഇത് കേട്ടിട്ട് ആവേശത്തോടു കൂടി നമ്മൾ കുറെയൊക്കെ എഴുതിയൊക്കെ വെക്കും, പക്ഷെ ആ പുസ്തകം മറിച്ചു പോലും നോക്കില്ല. അപ്പൊ അതൊക്കെ ഒരു മാറ്റം എന്തായാലും എനിക്കത് വന്നിട്ടുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു അസോസിയേറ്റ് വിത്ത് അടുത്ത ഒരു വർഷത്തേക്ക് താങ്കളുമായി അസോസിയേറ്റ് ചെയ്യാനും താങ്കളുടെ ഒരു ക്ലാസ് എന്റെ പിള്ളേർക്ക് 17 പേരടങ്ങുന്ന സെയിൽസ് ടീമിന് കൊടുക്കാൻ കഴിയുന്ന, അത് പറഞ്ഞ നെക്സ്റ്റ് സാറ്റർഡേ ആണ്. സോ അതും നമുക്ക് അടിപൊളിയാണ്. സോ താങ്ക് യു ശ്രീജിത്ത് ജി, താങ്ക് യു ഫോർ വണ്ടർഫുൾ സെഷൻ. ആർക്കൊന്നും പറയില്ലേ, നിർത്തിയാലും പോയാലും വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ വന്നിട്ട് പറയും. അപ്പൊ 15-ാം തീയതി ഞാൻ എന്ത് പറഞ്ഞാലും 15-ാം തീയതിക്ക് എത്തണം. ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങളെ കാണാൻ എക്സൈറ്റഡ് ആണ്. എനിക്ക് കുറെ പേരെ നേരിട്ട് കാണുന്ന ഇവിടെ ആഗ്രഹമുണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ ഓരോ വട്ടം നമ്മുടെ ഗൂഗിൾ ബിസിനസ്സിൽ കരയും. പെങ്കൊച്ച് വന്നിട്ട് പറയും, ഇത് എത്ര പൈസ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ വന്ന് പറയും. അപ്പൊ അത് കേൾക്കുമ്പോ ഞാൻ നോക്കുന്നത് പൈസയല്ല, ഞാൻ അത് ആരാന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ട്. ഞാൻ സെല്ല് ചെയ്യില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വിളിച്ച് ഞാൻ നിങ്ങൾ വരണട്ടോ, നിങ്ങൾ പൈസ അടയ്ക്കണട്ടോ എന്ന് ഞാൻ പറയില്ല. പക്ഷെ അതിങ്ങനെ ഓരോരുത്തരായാലും ഓരോ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി 2-3 പേരുണ്ട്, അവര് വരും ബേസിക്കലി. പിന്നെ ഫറൂഖ് ജിയും അമ്പിളിയൊക്കെ ഞാൻ അവിടെ പ്രതീക്ഷ, പക്ഷെ അവർക്ക് തിരക്ക് കൊണ്ട് എനിക്ക് മനസ്സിലാവും. പിന്നെ എല്ലാരും വരണം 15-ാം തീയതി. ഈ പ്ലാൻ ഇത് നമ്മൾ ശരിക്കും ആക്ച്വലി ആദ്യം പ്ലാൻ ചെയ്തത് എല്ലാവരും കൂടി കൂടാം, സംസാരിക്കാൻ. ഞാൻ എന്തായാലും നാട്ടിലുണ്ടാവും, സംസാരിക്കാൻ കൂടാന്നൊക്കെ വിചാരിച്ചിട്ടാ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ റീസൺസ് വേണമല്ലോ വരാൻ വേണ്ടിയിട്ട്. ആ റീസൺസ് ശരിക്കും ഒരു ബിസിനസ് ക്ലാസ് എന്ന് പറയുന്ന രീതിയിൽ ഇത് ചെയ്തതാണ്. നമ്മൾ ഇതിനൊരു സത്യമായിട്ടും ഒരു വരുമാന മാർഗമാക്കി മാറ്റുന്നില്ല. ആ ഒരു പരിപാടിക്ക് നേടുന്ന 1000 രൂപ അതല്ല. അവിടെ നിങ്ങൾക്ക് ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാണ്. ഓക്കെ, ഒരു ബിസിനസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്ന മൂഡിൽ വേണം നിങ്ങൾ വരാൻ. ഓക്കെ, സെറ്റാണ് നമ്മളവിടെ. പിന്നെന്താ, വേറെന്താ? ആർക്കെല്ലാം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ നമുക്ക് 2-3 വാക്കുകൾ കൂടെ നിർത്താൻ പരിപാടി. ഞാനിപ്പോ ഓക്കെ, താങ്ക് യു സാർ. സാറിന്റെ 21 ഡേയ്സ് പ്രോഗ്രാം വളരെ ഇൻസ്പയർ പ്രോഗ്രാം ആയിരുന്നു. ഞാൻ പലപ്പോഴും ഫുൾ 21 ദിവസം ഉണ്ടായിരുന്നു. ഇല്ല 21 ദിവസം ഇല്ലായിരുന്നു. പല ദിവസങ്ങളും എനിക്ക് ഈ സമയത്ത് ചില പ്രോഗ്രാം ആദ്യം തൊട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പല ദിവസങ്ങളും എനിക്ക് കയറാൻ പറ്റുന്നില്ല. ചിലപ്പോ പ്രോഗ്രാം ഉണ്ടായിരുന്നു ചില ദിവസങ്ങളിലൊക്കെ. ഓക്കെ, എന്നാലും ഒരു വണ്ടർഫുൾ സെഷൻ തന്നെയായിരുന്നു സാറിന്റെ. എനിക്ക് അറിയാം സാറ് ഈ ഫ്രീ സെഷൻ, സാധാരണ ട്രെയിനർമാർക്ക് ഫ്രീ സെഷൻ 21 ഡേയ്സ് വയ്ക്കാറില്ല. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി സാറിന്റെ ഒരു എന്താണ് ഒരു 21 ഡേയ്സ് ഒക്കെ ഇങ്ങനെ ഒരു ഫ്രീ സെഷൻ കൊടുക്കുന്നത്. എന്നാലും നല്ല ഒരു ഫീഡ്ബാക്ക് തന്നെയാണ് നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയത്. പിന്നെ അതുകൂടാതെ പറയും, ഞാൻ ഏകദേശം 15 വർഷമായി ട്രെയിനിങ് ഫീൽഡിലേക്ക് വന്നിട്ട് ഒരു 999 ഒരു 3 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസിൽ പ്രോഗ്രാം ഞാൻ ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. 4 സ്റ്റാർ ഹോട്ടലില്. അപ്പൊ ഞാൻ ആലോചിക്കാം സാറിന്റെ ഒരു മനസ്സ്. സാധാരണ ചുരുങ്ങിയത് ഒരു 4000 കുറഞ്ഞൊരു പ്രോഗ്രാം എറണാകുളത്ത് ഇതുപോലുള്ള ഒരു സെഷൻ വയ്ക്കാറില്ല. സാറ് ഒരു 999 എന്ന് പറഞ്ഞ് നമുക്കറിയാം, ഒരു സാധാരണ ഹോട്ടലിന്റെ നമുക്ക് വരുന്ന ആ എക്സ്പെൻസ് തന്നെയാണ് സാറ് മേടിക്കുന്നത്. ഒരു രൂപ വരെ അതിനകത്ത് കൂടുതലും മേടിക്കുന്നില്ല എന്നില്ല. അപ്പൊ ഇതൊരു നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറ്റും. നമുക്ക് ഇതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ ഇപ്പൊ കുറച്ച് പേര് ഇന്നത്തെ സെഷനിൽ എനിക്ക് തോന്നുന്നു 31 ആണ് പങ്കെടുക്കുന്നത്.
പല ആളുകളും പറയുന്നുണ്ട് ഇതുപോലെ തന്നെ ഫ്രീ ഒരിക്കലും ഞാൻ പറയുന്നത് എന്തൊരു സെഷൻ ഞാൻ ഫ്രീ വെക്കാറില്ല. ഫ്രീ പറയുമ്പോൾ ആളുകൾ ആ ഒരു മൈൻഡ് സെറ്റ് ഓൾറെഡി സെറ്റ് ചെയ്യുക. അപ്പൊ സാറ് ഇനി 21 days വെക്കുവാണെങ്കിലും ഒരു പേയ്മെന്റ് സെറ്റ് ചെയ്തിട്ട് മാത്രമേ വെക്കാവുള്ളൂ. എന്നാലാണ് വാല്യുബിൾ ഉള്ളൂ. നമ്മൾ കൊടുക്കുന്ന ഒരു കണ്ടന്റിന് നമുക്ക് വാല്യൂ ഉണ്ടാവണമെങ്കിൽ നമുക്കത് പേയ്മെന്റ് ചെയ്തിരിക്കണം. അത് ട്രെയിനിങ് സെഷന്റെ ഒരു എന്താ പറയുന്ന ഒരു നിയമം തന്നെയാണ്. ഇപ്പൊ ഞാനൊക്കെ ഞാനൊക്കെ ഇപ്പൊ 25 ലക്ഷം രൂപ തന്നെ ഞാൻ മുടക്കി തന്നെ ഈ ട്രെയിനിങ്ങിലേക്ക് വന്നിരിക്കണം. അത്രയും വാല്യുബിൾ ആണ്. കൊറോണയ്ക്ക് മുമ്പ് ഞാൻ ഹാർഡ് വർക്ക് ആണ് പലപ്പോഴും ട്രെയിനിങ് സെഷനിൽ പങ്കെടുക്കും. പക്ഷെ കൊറോണയ്ക്ക് ശേഷം ആഫ്റ്റർ കൊറോണ നമ്മൾ സാധാരണ ഓൺലൈനിലേക്ക് വരുമ്പോൾ നമ്മളെല്ലാം മടിയന്മാരായിട്ട് നമ്മൾ ഓൺലൈൻ സെഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ മടിയന്മാരാണ്. വർക്കില്ല, അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഒരേ തൃശ്ശൂര്, എറണാകുളം പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. പക്ഷെ കൊറോണയ്ക്ക് ശേഷം യാത്ര മാറി സ്ക്രീനിന്റെ മുമ്പിലേക്ക് ഒന്നാണ് നമ്മൾ മടിയന്മാരായത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ഇൻകവും കൊറോണയ്ക്ക് ശേഷമുള്ള ഇൻകവും ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒത്തിരി മാറ്റങ്ങൾ. അപ്പൊ സാധാരണ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ സാറിനെ പോലുള്ള നല്ല മെന്റർ, ഞാൻ പറയുന്നത് മെന്റർ തന്നെയാണ്. അപ്പൊ അത് ഈ വരുന്ന ഗ്രൂപ്പിൽ ഒത്തിരി ആളുകൾ ചെറിയ ചെറിയ ഡൗട്ട്സ് വെച്ച് ഇതിനൊക്കെ ഫുൾഫില്ല് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ എന്ത് ചെയ്യാൻ പറ്റും, പണിതെടുക്കാൻ പറ്റും. എല്ലാം രാവിലെ തന്നെ ഒരു 6 മണിക്ക് ഇവിടെ കയറുക എന്ന് പറയുന്നത് നമുക്കറിയാം. ലേഡീസൊക്കെ ഇവിടെ കയറിയിരിക്കുന്നുണ്ട്, അവർക്ക് പല തിരക്കുകളുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ 1 മണിക്കൂർ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ലൈഫിൽ ചേഞ്ച് ചെയ്യണം. ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് തന്നെയാണ് വരുന്നത്. അപ്പൊ 15-ാം തീയതി ഇവരെ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പ് കണ്ടിന്യൂ പോവുക. ഇവരെല്ലാം ഒരു നല്ലൊരു ബില്യണർ മൈൻഡ് സെറ്റ് ആക്കി മാറ്റിയെടുക്കണം. അത് തീർച്ചയായിട്ടും ശ്രീ സാറിന് സാധിക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് എല്ലാവരും കാണാം. നമുക്ക് ഞാൻ അന്നത്തെ എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് സാറിനോടൊപ്പം തന്നെ ഞാൻ ഉണ്ടാകും. ഓക്കെ, താങ്ക് യു നാസർജി, താങ്ക് യു. ഓക്കെ, ഞാന് നാസർജി പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് ഞാൻ പറയാം. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നാസർജി ഇന്ന് ഇവിടെ ഇരിക്കുന്ന, നാസർജിയോട് മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവരല്ല, ഇന്ന് ഇവിടെ ഇരിക്കുന്ന പല സോണി ചേട്ടനാണെങ്കിലും മുനീർ ഭായി ആണെങ്കിലും ഹരിദാസ് ചേട്ടനാണെങ്കിലും എന്തുകൊണ്ട് എന്റെ ഒപ്പം 21 ദിവസം ഇരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഫ്രീ എന്ന് പറയുന്ന പരിപാടി വെച്ചത് കൊണ്ടാണ്. ബേസിക്കലി അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ട്രെയിനേഴ്സിന്റെ ഇടയിൽ ആക്ച്വലി ഇത് ബിസിനസ് ആട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ശ്രീജിത്തിനെ കുറിച്ച് ട്രെയിനിങ്ങിനെ കുറിച്ചല്ല, ഞാൻ നാസർ ഭായിയോട് അല്ല, എല്ലാവരോടും കൂടി പറയും. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ് ദെൻ യു ആർ ദ പ്രൊഡക്റ്റ്. നിങ്ങളൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് വേണ്ടി ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ് ദെൻ യു ആർ ദ പ്രൊഡക്റ്റ് എന്നാണ് ട്രെയിനിങ്ങിൽ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾ പൈസ ഇട്ടില്ലെങ്കിൽ ജുഹൈന എന്റെ പ്രൊഡക്റ്റ് ആണ്, ജുഹൈന്റെ അടുത്ത് ഞാൻ പൈസ മേടിക്കുന്നില്ലെങ്കിൽ ജുഹൈനെ വിറ്റിട്ടാണ് ഞാൻ കാശുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് സത്യം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായത്. അതാണ് ശരിക്കും ബിസിനസ്സുകാരുടെ നിയമം. ഒരാൾക്ക് ഫ്രീ സാധനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വയനാട് ദുരന്തത്തിൽ പലരും കാശ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വിറ്റ് കാശുണ്ടാക്കുന്നവരാണ് പലരും. ഞാൻ തെറ്റ് പറയുന്നില്ല, നല്ലവരുണ്ട്, മോശമുള്ളവരുണ്ട്. അപ്പോ അതാണ് അതിലെ സിസ്റ്റം. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ചിലർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഫ്രീ വെബിനാറുകൾ, അല്ലെങ്കിൽ ചെറിയ പൈസക്കുള്ള വെബിനാറുകൾ 1 ദിവസം 2 ദിവസം വെക്കുക. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാം. എന്റെ ഈ ഇതിലെ വിജയം എന്ന് പറയുന്നത് എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾക്ക് എന്റെ മുകളിൽ വിശ്വാസം വന്നു എന്നുള്ളതാണ്. അറിഞ്ഞു എന്നുള്ളതല്ല, വിശ്വാസം വന്നു എന്നുള്ളതാണ്. അതിന് കാരണം എനിക്ക് ഒരുപാട് കാര്യം. എൻ്റെ അടുത്ത് ഫെരാരി കാറുണ്ട്, എനിക്കത് ഫെരാരിയോട് അല്ലെങ്കിൽ ഫെരാരിയെ വെല്ലുന്ന കാറുണ്ട്. അതിനെ പിടിച്ചു നിൽക്കാൻ എനിക്ക് അത് അങ്ങനത്തെ ആണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല, ആളുകൾ കേൾക്കണ്ടേ. അതിനുള്ള 21 ദിവസം ഞാൻ പറഞ്ഞു 2 കാര്യങ്ങളാണ്. ഒന്ന് എന്റെ മാറ്റം, 2 ഇത് അറിയിപ്പിക്കുക എന്നുള്ളതാണ്. കുറെ പേര് ഫ്രീ ആന്ന് പറഞ്ഞപ്പോ ഗ്രൂപ്പിൽ വന്ന് 150-200 പേര്, എത്ര പേര് ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്? 30 പേരേ ഉള്ളൂ. ഈ 30 പേര് നമ്മുടെ ഒപ്പം ഉണ്ടെന്നുള്ള സത്യം. ഇതിൽ ഞാൻ പറയാം, 2-3 പേര് മാത്രമാണ് ഓഗസ്റ്റ് 15 രജിസ്റ്റർ ചെയ്യാത്തത്. 32 പേര് രജിസ്റ്റർ ചെയ്തു. അത് ഞാൻ പുറത്ത് എവിടെ മാർക്കറ്റ് ചെയ്തില്ല. ഇന്നലെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എന്റെ ഫസ്റ്റ് ആഡ് പോകുന്നത്. പുറത്ത് എവിടെ പോയിട്ടില്ല. ഈ ഗ്രൂപ്പിൽ നിന്നായി 32 പേര് വന്നത്. അത് 1000 രൂപ ആയതുകൊണ്ടല്ല, എനിക്ക് ഉറപ്പ് അത് 2000 ആണെങ്കിലും 3000 ആണെങ്കിലും. ഞാൻ ഈ പരിപാടിയെ ഞാൻ ആക്ച്വലി ബേസിക്കലി ഒരു വരുമാനമായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വേണ്ടത് ഹരിദാസേട്ടനോട് എന്നോട് സ്നേഹം ഉണ്ടാവണം. ഹരിദാസേട്ടന്റെ പൈസ അല്ല എനിക്ക് വേണ്ടത്. ഹരിദാസേട്ടൻ 10 ആളോട് പറയണം ഇത് കൊള്ളാം. ഓഗസ്റ്റ് 19 നാസർ ഭായി, ഞാൻ പറയുന്ന സത്യമാണ്, താങ്കൾ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഞാൻ ചെറിയ പൈസ ചാർജ് ചെയ്തിട്ട്, അതായത് മാസം 21 ക്ലാസ് തന്നെ ഉണ്ട്.
ആഴ്ചയിൽ 4 അങ്ങനെ 4 16 5 ദിവസം 5 ആഴ്ച ഉണ്ടെന്ന് വെക്കുക. ഏകദേശം 20-21 ദിവസം ക്ലാസ് ഒരു മാസത്തിൽ നമ്മൾ എടുക്കുന്നു. 1500 രൂപയെ ചെലവ് നമ്മൾ മേടിക്കുന്നു. അങ്ങനെ അടുത്ത ഒരു വർഷത്തേക്ക് 15,000 18,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുനീർ ഭായിയുടെ കിളി മാറും. 18,000 രൂപയായി. പക്ഷെ ഞാൻ പറയണ 1500 രൂപ പെട്രോൾ അടിക്കണ കാശ്, കുഴിമന്തി വാങ്ങിക്കഴിക്കണ കാശ്, 10 ബിരിയാണി കഴിക്കണ കാശ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെലവിനടിക്കുന്ന കാശ്, സിഗരറ്റ് വലിച്ചു കളയുന്ന കാശ്, എന്തായിക്കോട്ടെ, ആ 1500 രൂപയാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് എന്റെ വരുമാനമായിട്ടല്ല. എനിക്ക് സൂമിന് കാശടക്കണം, എനിക്ക് സൂമിന് റെക്കോർഡർ സെഷൻ ഉണ്ട്, നമുക്ക് ചെലവുകളുണ്ട്, ഇത് അറേഞ്ച് ചെയ്യണതിന് കാര്യങ്ങളുണ്ട്, ഓടുന്നതിന്, ഇത് കണ്ടന്റ് എടുക്കുന്നതിന് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള പൈസ ഇത് എന്റെ വരുമാനമല്ല. വരുമാനം എന്ന് പറയുന്നത് അതിലൂടെ കിട്ടുന്ന കോർപ്പറേറ്റ് ട്രെയിനിങ്ങുകൾ, മെന്റർഷിപ്പ് പ്രോഗ്രാംസുകൾ, വലിയ ട്രെയിനിങ്ങുകൾ. ഇപ്പൊ ഇതേ പ്രോഗ്രാം എനിക്ക് ഫറൂഖ്ജിയുടെ ട്രെയിനിങ് ഉണ്ട് 17-ാം തീയതി. 16-ാം തീയതി എനിക്ക് തിരുവനന്തപുരത്ത് മാർവാനിയോസ് കോളേജിൽ വെച്ചിട്ട് പ്രോഗ്രാം ഉണ്ട്. 15-ാം തീയതി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നേരെ തിരുവനന്തപുരം നടന്നു, അവിടെ നേരെ തിരിച്ച് പാലക്കാട്, അത് കഴിഞ്ഞ ഉടനെ ബാംഗ്ലൂർ. ഇപ്പൊ ഓട്ടം നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എനർജിക്ക് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വേണം, ലോണുകൾ കട്ടായി പോകണം, നമ്മുടെ ചെലവുകൾ നടന്നു പോകണം, നമ്മൾക്ക് ഒന്നും ആലോചിക്കാണ്ട് പൈസ വന്നുകൊണ്ടിരിക്കണം. അത് ഡെഫിനറ്റ്ലി ബിസിനസ് ആണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് ട്രസ്റ്റ്, നിങ്ങളുടെ കമ്പനിയിലേക്ക് ഒരാൾക്ക് ട്രസ്റ്റ് വേണമെങ്കിൽ അതിന് 21 ദിവസം നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യും. അത് വീഡിയോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ പ്രൊമോഷൻസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ബേസിക്കലി നമ്മൾ കുറെ കാര്യങ്ങൾ ഫ്രീ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഫ്രീ കൊടുക്കുക. പണ്ടത്തെ രീതിയിൽ വെബിനാറുകൾ വെച്ചിട്ട് കൺവേർട്ട് ചെയ്യുന്നതും മറ്റേ ചെറിയ പ്രോഗ്രാമുകൾ വെച്ച് കൺവേർട്ട് ചെയ്യുന്ന കാലം കഴിഞ്ഞു. ഞാൻ പറയുന്നത് ഇപ്പൊ കണ്ടന്റ് ആണ് മാർക്കറ്റിംഗ്. കണ്ടന്റ്, നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റാ, അത് ഫ്രീ ആയിട്ട് ആളുകൾക്ക് വേണം. ഫ്രീ ആയിട്ട് ആളുകൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി വേണം. എന്ത്, അതിൽ വരുന്നവർ എൻ്റെ ഒപ്പം നിൽക്കുന്നവരായിരിക്കണം എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം, സ്വാഭാവികമായിട്ടും പലരും എന്താ വെച്ച് കഴിഞ്ഞാൽ ടോപ്പിലിരുന്ന് സംസാരിക്കാനാണ് ശ്രമിക്കുക, ഭയങ്കര ഹൈ ആയിട്ട്. കാരണം ട്രെയിനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ പൊസിഷൻ, അതോറിറ്റി പൊസിഷനിൽ ഇരിക്കുന്ന ആളാവണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടില് ഹരിദാസേട്ടന് വേണ്ടത് ഞാൻ ജാടയോ തലക്കനമോ കാണിക്കുന്ന ആളല്ല. ആ ശ്രീജിത്തിനെ, അങ്ങനെ ശ്രീജിത്ത് ഉണ്ടായിരുന്നു, ആ ശ്രീജിത്തിനെ ഹരിദാസേട്ടന് ഇഷ്ടമല്ല. ഹരിദാസേട്ടന് ഇഷ്ടം ഹരിദാസേട്ട എന്താ വിശേഷങ്ങൾ എന്ന് ഹരിദാസേട്ടാന്ന് തന്നെ വിളിച്ച് സംസാരിക്കുന്ന ആളാവുമ്പോൾ ഹരിദാസേട്ടന്റെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് തുറന്നു പറയാൻ പറ്റും. തിരിച്ചും അതുകൊണ്ടാണ് നമ്മൾ മെന്റർഷിപ്പ് പ്രോഗ്രാം എന്നുള്ള പറയുന്ന പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നത്. വെരി സിമ്പിൾ. ഞാൻ പറഞ്ഞത്, മുനീർ ഭായ് നാളെ ബിസിനസ് തുടങ്ങും, താങ്കളും ഇതിന്റെ കോപ്പി അടിക്കല്ല, ഇതുപോലെ അടിച്ചു മാറ്റുക, ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക. അതിൽ നല്ലത് മാത്രം അടിച്ചു മാറ്റുക. ചിലപ്പോൾ എന്റെ ചില കുറെ കാര്യങ്ങൾ മോശം കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അത് തുടരുത്. നല്ലത് മൊത്തം അടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്തോളൂ. ജുഹൈനയ്ക്ക് ഓൺലൈൻ ബിസിനസ് തുടങ്ങാനുള്ള ഏറ്റവും നല്ല വഴി ഞാൻ പറഞ്ഞുതരാം. അടുത്ത 21 ദിവസം നിങ്ങൾ ഡ്രസ്സുകളെ കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ട് വീഡിയോസ്, 10 മിനിറ്റോ 15 മിനിറ്റോ ഉള്ള വീഡിയോസ്, അത് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ആദ്യം. പക്ഷെ അതിന്റെ മുന്നേ എന്ത് ചെയ്യുന്നത്, നമ്മളത് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ എന്ന് പറയുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണം. എൻ്റെ അടുത്തൊരു 10,000 അല്ലെങ്കിൽ അതിന് കൂടുതൽ ഡാറ്റാബേസ് ഉണ്ട്. അവരിലേക്ക് കണ്ടിന്യൂസ് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുക, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. നാസർ ഭായ് വന്നത്, മുനീർ ഭായ് വന്നത്, ഹരിദാസേട്ടൻ വന്നതൊക്കെ അങ്ങനെ. മനസ്സിലായില്ല? ഇപ്പോഴാണ് ഞാൻ ഹരിദാസേട്ടൻ എന്ന് പറഞ്ഞ നമ്പർ സേവ് ചെയ്യണത്. മുനീർ ഭായ് എന്ന് പറഞ്ഞ നമ്പർ പണ്ടത് എന്റെ കിടക്കുന്നത് മറ്റേ അൺനോൺ 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അല്ലെങ്കിൽ എന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്താണെങ്കിൽ പേരുണ്ടാവും. അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു ബിസിനസ് ഡാറ്റാബേസാ, പറ്റുന്ന ആളുകളുണ്ട് എന്നുള്ള രീതിയിൽ. പലപ്പോഴും വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും, സെയിൽസ് മാസ്റ്റർ അങ്ങനത്തെ പ്രോഗ്രാം ആകുമ്പോൾ അവർ പേര് പോലും വെളിപ്പെടുത്തില്ല. അവരൊക്കെ നമ്മുടെ കസ്റ്റമർ ആവുകയാണ്. ജുഹൈന എങ്ങനെയാണ് നമ്മുടെ അതിലേക്ക് എത്തിപ്പെട്ടത്? സിറാജ് സാർ ഇതേപോലെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു, കണ്ടപ്പോ അങ്ങനെ വെബിനാറിന് കണ്ടപ്പോ ജോയിൻ ചെയ്തതാണ്. അതാ ഫ്രീ ആയിട്ടാണ്, കാശ് ഇറക്കണ്ടെന്നുള്ളതല്ലേ. പക്ഷെ ഞാൻ ജുഹൈന്റെ അടുത്ത് ഞാൻ കാശ് മേടിക്കും, ഞാൻ തരും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മേടിക്കും, അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളിലേക്ക് ഇറക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ബിസിനസ്. നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ലക്ഷങ്ങൾ നിങ്ങൾ ഇറക്കാൻ തയ്യാറായിട്ടുണ്ടാവും. രാഹുൽ എത്ര ഇറക്കിയെന്ന് രാഹുലിന് മാത്രമേ അറിയുള്ളൂ ഇതുവരെ. മുനീർ ഭായ് എത്ര ഇറക്കിയിട്ടുണ്ടാവും, പിങ്കി എത്ര ഇറക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഹരിദാസേട്ടൻ എത്ര ഇറക്കിയിട്ട് കളഞ്ഞിട്ടുണ്ട്, ഇനി വീണ്ടും ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഹരിദാസേട്ടനെ അറിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, 1 രൂപ നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. നിങ്ങളിലേക്ക് നിങ്ങൾ പണം ഇറക്കിയ, 1 രൂപ വേസ്റ്റ് ആവില്ല. ആവോ? ബിസിനസ് ആണ്, ചിലപ്പോൾ വേറെ ആൾക്കാർ കൊണ്ടേ പറ്റിച്ചു കളയും പറയും. 1 രൂപ വേസ്റ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്
ഈ പരിപാടി ഇപ്പൊ നാസർ ഭായി പറഞ്ഞ പോലെ ഈ പരിപാടി കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗസ്റ്റ് 19 ചെറിയ ചെലവ് കാശാണ് നമ്മൾ ചാർജ് ചെയ്യണമെന്ന് മനസ്സിലാവും. ചെലവ് കാശ് 1200 രൂപ. അത് ഞാൻ എപ്പോഴും പറയുന്നത് ഇന്ന് തൊട്ടിട്ട് നിങ്ങൾ 19 വരെ റൺ ചെയ്യാൻ ആരാണ് ടേക്ക് ഓവർ ചെയ്യുന്നത് പറഞ്ഞു. ഈ ലിങ്ക് ഓപ്പൺ ആണ്, പെയ്ഡ് ലിങ്ക് ആണ്, ഞാനത് ഓപ്പൺ ആക്കിയിട്ട് തരാം. എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ കൺട്രോൾ ചെയ്തോ. എനിക്ക് എപ്പോഴൊക്കെ ഞാൻ ഇപ്പം നാളെ ട്രാവലിംഗ് ആണ്, അടുത്ത ദിവസം ട്രാവലിംഗ് ആണ്, അപ്പൊ പറ്റുമ്പോഴൊക്കെ ഞാൻ വന്ന് ജോയിൻ ചെയ്യും, നോ പ്രോബ്ലം. ഒരാഴ്ച ഞാൻ അങ്ങനെ ഫുൾ ചാർട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് ഹൂവർ പ്ലാൻസ് ടേക്ക് ഓവർ ചെയ്യാൻ റെഡിയാണ്. രാവിലെ 6 മണിക്ക് വന്നോ, സംസാരിച്ചു. ഇത്രയും ദിവസത്തെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ കൂടുതൽ സംസാരിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിച്ചു. പുതിയ ആളുകളെ കൊണ്ടുവന്ന് സംസാരിച്ചു. ഐ ആം ഹാപ്പി. ഞാനുണ്ടാവും. അടുത്തൊരാഴ്ച ടേക്ക് ഓവർ ചെയ്യാൻ ഞാൻ ഉണ്ടാവില്ല. ഓക്കെ, സെറ്റല്ലേ? 7/5 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നുണ്ട് അല്ലെ? ത്രിവർണ്ണ പതാക. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട്. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ ഭാരതാഷ്മ ദേവിയുടെ തൃപ്പതാകങ്ങൾ. അതിലെ ഭാരതാഷ്മി തൃപ്പതാകി മാറ്റി കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് ബിസിനസ്. പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ. നമ്മുടെ ബിസിനസ്സും പ്ലസ് ഭാരതാഷ്മ ദേവിയുടെ തൃപ്പതാകങ്ങൾ. ശരിയല്ലേ? ഉയരട്ടെ, കൂടുതൽ ഉയരട്ടെ. നമ്മള് എത്രയോ വർഷങ്ങളായിട്ട് എത്ര വർഷമായി നാസർ ഭായി ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? നമുക്ക് 70 75 80 എത്രയാ? 76. അപ്പോ നമ്മളെത്ര നേരത്തിന് ഒരു 10 30 40 സ്വാതന്ത്ര്യ ദിനങ്ങൾ ആഘോഷിച്ചു. നമ്മള് മിഠായി തിന്ന് സ്വാതന്ത്ര്യം ആഘോഷിച്ചു എന്നല്ലാണ്ട് ആദ്യമായിട്ട് സ്വന്തമായിട്ട് സ്വാതന്ത്ര്യം വേണം തീരുമാനിക്കുന്ന ദിവസമാണ്, ബിസിനസ്സിൽ സ്വാതന്ത്ര്യമാണ് തീരുമാനിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 15. ഈ വരുന്ന 2024 ഓഗസ്റ്റ് 15 വ്യാഴാഴ്ച അല്ലേ? വ്യാഴാഴ്ച കൊച്ചിയിലെ നോർത്ത് 7 എന്ന് പറയുന്ന ഹോട്ടലിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. അന്ന് എൻ്റെ ഒപ്പം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ ഇതുവരെ തീരുമാനിക്കാത്തവർക്ക് തീരുമാനമെടുക്കാനുള്ള അവസാനത്തെ ചാൻസ്. ഇനി സ്വാതന്ത്ര്യ പ്രകൃതിയില്ല. ഓക്കെ, പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരിക്കും അന്ന്. വരാതിരിക്കാൻ, പോവാതിരിക്കാൻ, കല്യാണങ്ങൾ, അത് ഇത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതുക്ക് മേലെ നിങ്ങളൊരു പട്ടിയെ അഴിച്ചുവിട്ടാൽ ആദ്യം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വെച്ചിട്ട് അഴിച്ചുവിട്ടാൽ ആദ്യം ഭക്ഷണമല്ല കഴിക്കുക, അവ പുറത്തിറങ്ങി ഒരു 4 ഓട്ടമാണ് ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഭക്ഷണത്തിന് മേലെയാണ് മക്കളെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവണം. നമ്മുടെ ശരീരത്തിലെ കെട്ടുപാടുകൾ, കെട്ടിയിട്ട ചങ്ങലകൾ അഴിച്ചു കിട്ടുമ്പോഴുള്ള ശ്വാസം ഉണ്ടല്ലോ, ആ ശ്വാസത്തിന്റെ വില എന്താണെന്നറിയോ? ആ സ്വാതന്ത്ര്യം ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്ന് എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ നേരിടും എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് പോവുകയും അതിൽ തീരുമാനം എടുക്കുകയും. ഒരു ബിസിനസ്സുകാരന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്. നിങ്ങളുടെ ഒരു തീരുമാനം, അത് ശരിയായിക്കോട്ടെ തെറ്റായിക്കോട്ടെ, ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോകുന്നവനാണ് യഥാർത്ഥ ബിസിനസ്സുകാരൻ. തോറ്റ എത്രയോ ആളുകളുണ്ട്. ജോയാലുക്കാസ് എന്ന് പറയുന്ന വലിയ ബ്രാൻഡേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. എത്ര ബ്രാഞ്ചുകൾ അവരെ പൂട്ടിപ്പോയിട്ടുണ്ട്. ലുലു ഷോപ്പിംഗ്, ലുലു എന്ന് പറയുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ ബ്രാൻഡേ നിങ്ങൾ, എത്ര ഷോപ്പിംഗ് മാളുകൾ നഷ്ടത്തിൽ ഓടുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരടി പിന്നോക്ക് പോവാതെ അത് ശരിയായിരുന്നു, അത് നടക്കേണ്ടത് നടന്നു എന്ന് പറയുന്ന രീതിയിലേക്ക് വളർന്നപ്പോഴാണ് യൂസഫ് അലിയും ആലുക്കാസ് ജോയും ഒക്കെ വലിയ വലിയ ആൾക്കാരായതും വലിയ വലിയ കാശുകാരായതും. ജുഹൈനയ്ക്ക് ആദവനാട്ടിൽ നിന്ന് ആദ്യം എത്തുന്ന ആളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, ജുഹൈന, ചങ്ങലകൾ പൊട്ടിക്കണം. എന്തെന്നറിയോ? നിങ്ങളുടെ മനസ്സിനെ കോറിയിട്ട കുറെ ചങ്ങലകളുണ്ട്. നടക്കില്ല, ബുദ്ധിമുട്ടായിരിക്കും, പ്രശ്നങ്ങളാണ്, ഇഷ്യൂസ് ഉണ്ട്. അവരെന്ത് വിചാരിക്കും? വാട്ട് അതേഴ്സ് തിങ്ക്, WOT. അതൊന്ന് പുറത്തേക്ക് വന്നാൽ ജുഹൈന മാത്രമല്ല ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഫ്രീയാവും, ചാടും, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും.
നമുക്ക് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു ഒന്നുമില്ല. നമുക്ക് മൈക്കില്ല. 2000 അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കൊന്നുമില്ല, മറ്റേ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒന്നുമില്ല. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഉയർത്തുന്ന തോടിയായിരിക്കും ഓഗസ്റ്റ് 15-ന്. അന്ന് കാണാം. 21 ദിവസം എൻ്റെ ഒപ്പം നിന്ന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഗമായിട്ട് നിന്ന എല്ലാവരോടും ഞാൻ സാധാരണ നന്ദി അങ്ങനെ പറയാറില്ല, പക്ഷെ എല്ലാവരോടും നന്ദിയുണ്ട്. എന്തിനെന്നറിയും? എന്നെ പഴയ ശ്രീജിത്ത് കേസിയാക്കി തന്നു. താങ്ക് യു ഗൈസ്, താങ്ക് യു വെരി മച്ച്. ഐ ലവ് യു. Thank you. Thank you, sir. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു താങ്ക് യു സർ. സാർ. ഇതിപ്പോ പ്രോൺസോ കോഴ്സോ ഏത് ക്ലോസിംഗ് മെത്തേഡാണ്? അതോ പുതിയ മെത്തേഡാണ്? ഇതിലൊരു ക്ലോസിംഗ് മെത്തേഡ് അല്ല, എമ്പതി ക്ലോസിംഗ് മെത്തേഡ്. ഞാൻ സത്യം പറയാനുള്ളത് പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ പൊന്നെ, ഒരു കാര്യം പറയാൻ പറ്റില്ല, അപ്പൊ ക്ലോസിംഗ് മെത്തേഡ്. അല്ല, ഇപ്പൊ അതാണ്. ഇപ്പൊ ആരാ രീതിയിൽ സംസാരിക്കുകയാണെങ്കിലും ഫസ്റ്റ് നോക്കുന്ന അതാണ്. നിങ്ങൾക്കറിയോ, ഒരു കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞാൽ അവൻ ആദ്യം പ്രയോഗിക്കുന്ന ക്ലോസിംഗ് മെത്തേഡാണ് കരച്ചിൽ. ഇറ്റ്സ് എ ഡിസ്റ്റർബൻസ്. ആക്ച്വലി ഇറ്റ് ക്രിയേറ്റ്സ് ഡിസ്റ്റർബൻസ് ആൻഡ് കസ്റ്റമർ ഹാസ് ടു ഗീവ് ദ മണി. അമ്മ പാല് കൊടുക്കുന്നുണ്ടെങ്കിൽ, യെസ്, ജുഹൈനയുടെ അടുത്ത് മോള് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോന് വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അതാണ്. ജുഹൈന കൺസിഡറേഷൻ അവിടെ കൂടുതൽ കൊടുക്കും. അതെല്ലാം ക്ലോസിംഗ് മെത്തേഡാണ്. കുട്ടി കരയുന്നത് പോലും ക്ലോസിംഗ് മെത്തേഡാണെന്ന് പഠിക്കുന്ന ബിസിനസ്സുകാരനാണ് വലിയവനാവുന്നത്. ബൈ. അപ്പൊ കാണാം കേട്ടോ. നാളത്തെ പരിപാടി വെക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ കോർഡിനേറ്റ് ചെയ്യേ, എന്നിട്ട് എന്നോട് പറയേ, നമുക്ക് ഗ്രൂപ്പിൽ ചർച്ചയാവാം. ആരാണെങ്കിലും ഞാൻ റെഡിയാണ്, ഞാൻ ഉണ്ടാവും. മേ ബി ചിലപ്പോ ഇവിടെ ഞാൻ നാളെ തൊട്ട് ഇന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഞാൻ നാട്ടിൽ കുറച്ച് റേഞ്ചിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഐ വിൽ ബി ദേർ വിത്ത് യു. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning, sir.